വിശുദ്ധ തിരുവചനത്തിലെ അവസാന ഭാഗം വെളിപ്പാട് പുസ്തകം. ആദ്യ രാത്രിയും പറഞ്ഞു 31,171 വാക്യങ്ങൾ ബൈബിൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ ബൈബിളിൽ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ, 5 തലങ്ങൾ: 1 സുവിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രം, 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനിക ഉപദേശത്തിൻ്റെ ഉപദേശതകൾ, പരിശുദ്ധാത്മാവ്, റോമയും കോരിന്ത്യയും തെസ്സലോനിക്കയും തീമോഥെയോസും എബ്രായരും എഫേസ്യരും കൊലോസ്യരും, വലിയ ലേഖനങ്ങൾ, ലക്ഷമാനസാന്തര സ്നാനം, വേർപാട്, വിശുദ്ധി, നിത്യത. അത് കഴിഞ്ഞ് 4-ാം തലം ചെറിയ ലേഖനങ്ങളിലേക്ക് വരുന്നു. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ബിലോമോനും യാക്കോബും യൂദയും എല്ലാം വരാൻ പോകുന്ന കാലം, ദൈവസഭയുടെ ഉൾപ്രാപണം, ഉപദേശത്തിൻ്റെ അതിർവരമ്പ് കടന്നു പോകുന്നവരുടെ ന്യായവിധിയെ പറ്റിയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, അവസാനമായി യൂദ ഇങ്ങനൊരു പൊൻവാക്ക് ദൈവസഭയ്ക്ക് വേണ്ടി എഴുതി. ആദം മുതൽ 7-ാമനെ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു: കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. அதுக்கு தான் மேடையிலாயிருக்கிற வாலிப குழுவினார் இந்த நாள்களில் உண்மையான செய்தி கூட்டங்களில் இந்த மாதிரி அருமையான பாடல் கொடுக்குது പരിശുദ്ധൻ മഹോന്നത ദേവൻ. ആഹാഹാ ഹല്ലേലൂയ. അതിനുശേഷം യൂദ എഴുതിയിരിക്കുന്നു: സഭകളെല്ലാം പ്രശ്നം വരും, പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും തെരഞ്ഞെടുപ്പ് ഇതെല്ലാം വരും, കാത്തിക്കൂത്തും ഒക്കെ എല്ലായിടത്തും സംഭവിക്കും. ഇതെല്ലാം കണ്ടിട്ട് പലരും വീഴാനുള്ള സാധ്യത കണ്ട് യൂദ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു: നാം എല്ലാവരും ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പുസ്തകം അവസാനിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക്: വീഴാതിരിപ്പാൻ. എന്തുകൊണ്ട് വീണു പോകും? 2019 വരെ നിങ്ങൾക്കറിയാം, കഴുകൻ ആകാശത്തിലേക്ക് ചിറകടിച്ചുയരുന്ന പോലെ കണ്ടുപിടുത്തങ്ങൾ, അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ കുടിയേറി. ബൈബിള്, ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം ഇട്ട് കൈക്കകത്ത് ബിസ്ക്കറ്റ് മുതൽ ബിരിയാണി വരെ ഞെക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നേരം ആ ചൈനയിൽ നിന്ന് 1 ഗ്രാം വൈറസ് ഇറങ്ങിയത്. പ്ലെയിനും ട്രെയിനും ഓടാത്ത കാലം, ബാങ്ക് കിട്ടാത്ത കാശെല്ലാം കിട്ടാത്ത കാലം. അത് കണ്ടിട്ട് യൂദ പറഞ്ഞു: വീഴാതിരിപ്പാൻ. നമ്മുടെ ബൈബിളിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. മത്തായി 24:21 ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്: ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും വലിയ കഷ്ടങ്ങൾ. അതിലൊരു കഷ്ടമായി ഈ നോവൽ കൊറോണ. The beginning of the world, such a panic or pandemic situation not yet in your eyes, the human kingdom watching a simultaneous pestilence all over the world. അമേരിക്കയിൽ ഒഹിയോ മുതൽ കന്യാകുമാരി തേങ്ങാപട്ടണം വരെ ലോകരാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ഈ വൈറസ്. അതുകൊണ്ടാണ് വീഴാതിരിപ്പാൻ. ഇപ്പോഴും വൈറസ് മാറിയാലും വേറെ രോഗങ്ങൾ, അമീബ, മസ്തിഷ്കജ്വരമുണ്ട്, വെസ്നയിലുണ്ട്, അത് കഴിഞ്ഞ് ഷിഗല്ലയുണ്ട്, ക്രോമിയം, ബെർലിയം, വൈറേഷ്യ, മനുഷ്യൻ്റെ കൗണ്ട് കുറയുന്ന ജലജന്യ രോഗങ്ങൾ. ഒരുപക്ഷെ ഇനിയും പ്ലെയിനും ട്രെയിനും ഓടാത്തൊരു കാലമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് യൂദ ഇങ്ങനെ പറഞ്ഞു: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച്. ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ വചനത്തിൻ്റെ ധ്വനി ഏറ്റെടുക്കുന്ന ദൈവമക്കൾ സിയോൻ സംഘത്തിൻ്റെ മുൻപിൽ ഇന്ന് രാത്രിയും സ്വർഗ്ഗമുഖത്ത് നോക്കിക്കൊണ്ട് പറയാം: ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് 22:12 ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞു. കാൽവറിയിലെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ക്രൂരമായ ന്യായവിധി. അന്നത്തെ ഭരണാധികാരികളിൽ 1 ഹേരോദാവ്, 2 പീലാത്തോസ്. AD 37 ഒന്നാമത്തെ രക്തസാക്ഷി സ്തേഫാനോസ്. പാവപ്പെട്ട സ്തേഫാനോസ് വഴിയരികെ ട്രാക്ട് കൊടുക്കുമ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരൻ കീശയിൽ കാശുള്ളവർ പടപടപടാ ഉരുളൻ കല്ലുകൾ പാവപ്പെട്ടവൻ എറിഞ്ഞു. അവന് പിടികിട്ടി ഞാൻ മരിക്കാൻ പോവാ. അവൻ താഴെ വീഴുമ്പോൾ അവസാനമായി ഉയരത്തിലേക്ക് നോക്കി. ഭക്തന്മാരുടെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരളും വൻകരിയിൽ. എൻ സഹായം എവിടെ? ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയിൽ നിന്ന്. അവസാന നിമിഷം തൻ്റെ കണ്ണുകളടയുന്നതിനിവിടെ സ്വർഗം കാണിച്ചു. കുഞ്ഞെ, നിനക്ക് അവിടെ എത്ര അടി കൊണ്ടാലും നിനക്കിവിടെ ഒരു വീടുണ്ട്. അതാ പ്രത്യാശ സ്തേഫാനോസ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്: കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി തൻ്റെ മക്കളെ ചേർക്കാൻ കാന്തൻ വരും. ഭക്തന്മാരുടെ മരണ യഹോവയ്ക്ക് വിലയേറിയത്, ദുഷ്ടന്മാരുടെ മരണ യഹോവ വെറുക്കുന്നു. അതിനുശേഷം 2ാമത്തെ നിർണായകമായ പൗലോസ് അവനെ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന കഴുത്ത് വെട്ടുന്നത്. ആ സമയത്ത് അവൻ്റെ കഴുത്ത് തെറിച്ചെന്ന ജോസഫസ്: ഞാൻ നല്ല പോർപ്പരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം. ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്ന തോമാസ് അപ്പോസ്തലൻ AD 72 വധിക്കപ്പെടുന്നു. യാക്കോബിൻ്റെ തല വെട്ടിമാറ്റുന്ന റോമൻ്റെ ഭരണകൂടം. പത്രോസിനെ നേരെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ പറഞ്ഞു: നാഥൻ്റെ ചെരുപ്പിൻ്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവനെ തലകീഴായി ക്രൂശിച്ചു. ഭക്തന്മാരുടെ മരണം കാണുമ്പോൾ 64 വയോധികനായ യോഹന്നാൻ യാത്ര. എവിടത്തേക്ക് യാത്രയെന്നറിയാമോ? അദ്ദേഹം പോയത് വളരെ നിർണായകമായൊരു സഭയെ. ആസിയയിൽ 7 സഭ, തുർക്കിയിൽ എഫെസോസും ലവോദിക്കയും സ്മർണയും തുദയൂരയും പെർഗമോസും സർദീസ്, ലവോദിക്കയും ഫിലാഡൽഫിയ സഭ. ആ കാലഘട്ടത്തിൽ ഭരണകൂടങ്ങൾ മാറി. ഹേരോദാവ്, പീലാത്തോസ്, റോമാ നഗരം ചുട്ടരിച്ച നീറോ, വെസ്പേഷ്യൻ, യെരുശലേമിൻ്റെ ആലയം തകർത്ത ടൈറ്റസ്, പുറകെ വരുന്ന ലൗദിയോസും ക്ലൗഡിയോസ്. ഡൊമീഷ്യൻ്റെ കാലഘട്ടം AD 90. അദ്ദേഹം ചോദിച്ചു: തച്ചൻ്റെ മകൻ കാർപ്പൻ്റർ അഥവാ ആശാരിയുടെ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു: സാറേ, മിക്കവരെയും കാലപുരിക്ക്
അയച്ചപ്പോൾ ഒരു വല്യപ്പൻ കിടപ്പുണ്ട്, എവിടെ കിടപ്പുണ്ട്? അദ്ദേഹം കിടക്കുന്ന തുർക്കി, ഏഷ്യ മൈനറിൽ. എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണ്ട, കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കയറിക്കൊള്ളുവാൻ. രാവിലെ 5:30 മണിക്ക് നമ്മുടെ പള്ളിപ്പുര പോലിരിക്കുന്ന പള്ളിപ്പുരയുടെ മുൻപിൽ പ്രാർത്ഥനാ നിരതനായിരുന്നപ്പോൾ 6 കുതിരകൾ 12 പടയാളികൾ വന്ന് അപ്പച്ചൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. കമ്മിറ്റിക്കാരോ ചർച്ചക്കാരോ ആരുമില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾ അവസാനിക്കാൻ പോവുകയാണ്. 6 മണിക്ക് കാരാഗ്രഹത്തിൽ, 6:30 ശരീരത്തിൻ്റെ മുകളിൽ മുഖാഭരണം, ഒരു മാർക്കൂടെ ചെയ്ത് കീറേണ്ട വഴി. 7 മണിയായപ്പോൾ കീറുവാൻ ഒരുവൻ ഇറങ്ങി വന്നു. മനുഷ്യൻ്റെ ശരീരം പടപടാ കീറുന്നത്. ആരാവൻ? യേശുവിൻ്റെ ക്രൂശീകരണം. 156 മുള്ള്, 39 അടി പീലാത്തോസിൻ്റെ ആണികൾ. പെരിട്ടോണിയസ് എന്ന് പറയുന്ന ഒരുത്തനെ യേശുവിനെ തകർത്തത്. അവൻ്റെ 2 വാളച്ചൂണ്ട ഈയക്കട്ട ഉണ്ടായിരുന്നു, കുതിരവാലിൽ കെട്ടിയത്. അതുകൊണ്ടാണ് യേശുവിനെ അടിച്ച് തകർത്ത് കളഞ്ഞ്. അവൻ്റെ കസിനായി ഒരുവൻ ഇറങ്ങി വന്നു. വയോധികൻ ഇങ്ങനെ മിണ്ടാടുക. പതുക്കെ കീറാൻ തുടങ്ങിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു. വാളവിടെ എടുത്ത് കളഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇദ്ദേഹത്തിനെ കെട്ടഴിച്ച് വിട്ടേരെ, ഇദ്ദേഹത്തിനെ കൊല്ലാനൊന്നും കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി കാരാഗ്രഹത്തിനകത്ത് നീ കിടന്നാലും, വെന്റിലേറ്ററിനകത്ത് കിടന്നാലും, സാഹചര്യം നിനക്ക് പ്രതികൂലമായാലും, വാൾ നിനക്കെതിരെ വന്നാലും, നിന്റെ മേൽ വാഗ്ദത്തമുണ്ടെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി പൂർത്തിയാകുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഏത് വെന്റിലേറ്ററിനകത്ത് കിടന്നാലും, വാഗ്ദത്തമുള്ളവൻ ഏത് ഐസിയുവിൽ കിടന്നാലും, ഡോക്ടർമാർ മരണത്തിൻ്റെ വാറണ്ടുകൾ എഴുതിയാലും, ഇന്ന് രാത്രി കോരയിൽ സിയോൻ സംഘത്തിൽ കരം ഉയർത്തി പറയണം, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിന്നോട് പറഞ്ഞ ഹല്ലേലൂയ കാര്യങ്ങളുടെ നിവർത്തിയുടെ പൂർത്തിയാകുന്നവർ ഏത് വെന്റിലേറ്ററിൽ കിടന്നാലും, ഹാർട്ട് അറ്റാക്കുകൾ പല പ്രാവശ്യം അടിച്ചാലും, രോഗശക്തികൾ നിനക്കെതിരെ പോരാടിയാലും, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി വയോധികനായ യോഹന്നാനെ തൊട്ടകരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വയോധികനെ എവിടെ കൊണ്ടുപോയി? തിരിച്ച് എഫെസോസിൽ കൊണ്ടുവിട്ടു. ഡൊമീഷ്യനോട് പറഞ്ഞു, സാറേ മനുഷ്യനെ കൊല്ലുവാനൊന്നും പഴയത്തില്ല. ഡൊമീഷ്യൻ പറഞ്ഞു, മിണ്ടണ്ട 4 ദിവസം കഴിഞ്ഞ് 2ാമത്തെ ശിക്ഷാവിധി തരാം. 4 ദിവസം കഴിഞ്ഞ് യോഹന്നാൻ 2ാമത്തെ ശിക്ഷാവിധി കൊടുത്തു. അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് തിളയ്ക്കുന്ന കുട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുവാൻ. രാവിലെ ഹല്ലേലൂയ സഭയുടെ മുറ്റത്ത് വചനം വായിക്കുമ്പോൾ പടയാളികൾ വന്നു. അപ്പച്ചനോട് പറഞ്ഞു, താങ്കളുടെ അന്ത്യ ദിവസമാണ്, ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ? നല്ല ഭക്ഷണം വേണോ? ജയിലിനകത്ത് തൂക്കുവാൻ ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും കാണിക്കും, നല്ല വെളുത്തമുണ്ടോ, ഉടുപ്പൊക്കെ കൊടുക്കും, അങ്ങനെ വല്ലതും വേണോ? അപ്പച്ചൻ പറഞ്ഞു, വായിക്കാൻ. അദ്ദേഹത്തിനോട് പറഞ്ഞു, കുട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുമെന്ന്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി. പടയാളികൾ ചോദിച്ചു, അപ്പച്ചൻ ഈ മരണത്തിൻ്റെ വേദന വരുമ്പോഴും എന്തായി പുഞ്ചിരി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാരമില്ല. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന ഉണ്ടാക്കുന്നതിന് മുമ്പ് യഹൂദ രാജാവായിരുന്ന യഹോവായാക്കീമിൻ്റെ വാഴ്ചയുടെ 3ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ ശദ്രക് മേശക് അബേദ്നെഗോഗ് ദാനിയേൽ ഇവരെ പിടിച്ചു കൊണ്ടുപോയി. ദാനിയേൽ കൊട്ടാരത്തിൽ, ശദ്രക് മേശക് അബേദ്നെഗോഗ് രാജാവിൻ്റെ ഹല്ലേലൂയ ഭോജനശാലയിൽ അവർക്കെതിരെ ദുരാസു സമീപയിൽ ഒരു ബിംബം ഉണ്ടാക്കി. രാജാവിൻ്റെ പരിചാരകന്മാർ പറഞ്ഞു, ഇതിനെ വണങ്ങിയില്ലെങ്കിൽ 7 മടങ്ങ് തീ കൂട്ടും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറയുമ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി സഭയിൽ ആരാധിക്കാൻ വരുന്ന ദൈവ പൈതലേ, കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിനെ ആരാധിക്കുക, രോഗം മാറിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കുക, പുതിയ വീട് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുക്കുന്നവരുടെ കണ്ണുനീരിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. വയോധികനായ യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൊണ്ടിട്ടു. അവൻ്റെ മരണം കാണുവാൻ പടയാളികൾ കാത്തു നിന്ന് 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഹല്ലേലൂയ തല ഉയർത്തിയിട്ട് പറഞ്ഞു, മക്കളെ പുതയ്ക്കാൻ വല്ലതുമുണ്ടേ തരാ. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക, ദൈവദാസനെ ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് യോഹന്നാൻ മരിച്ചില്ല, ശരീരത്തിനകത്ത് എണ്ണ കയറിയിട്ട് മരിച്ചില്ല. കത്തിക്ക് നല്ല മൂർച്ച, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്, എന്തുകൊണ്ട് അപ്പച്ചൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി, നാളെ കോരയിൽ സിയോൻ സംഘത്തിൽ യോഗമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവനെ ഏത് നിലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്ത. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നീ പരാജയത്തോട് പോകരുത്. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നാൽ, ഹല്ലേലൂയ കട്ടിലിനകത്ത് കിടന്നു പോയാൽ അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കണ്ണുനീരിൻ്റെ നടുവിൽ വയോധികന് വേണ്ടി ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ കൂട്ടിസനും ഡിങ്കനും മായാവിയൊന്നുമല്ല. ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങളുള്ളതാണ് നമ്മുടെ ബൈബിൾ. 8000 പ്രോമിസുകളാണ് ബൈബിളിനകത്ത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ അതിനകത്ത്. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യാക്കോബിൻ്റെ തലമുറയായി ഒരുവനുണ്ടായിരുന്ന യോസഫിൻ്റെ പ്രത്യേകത എന്താ? അപ്പൻ്റെ ചെവിയിൽ നുണ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് അവന് ഈ നിലയങ്കിയൊക്കെ കിട്ടിയത്. പിന്നെ ഇവിടെ ഒരു ഉപവാസം നടപ്പും ദർശനവും കിട്ടി. അന്നുകൊണ്ട് ചേട്ടന്മാർ അവനെതിരെ
പോരായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ചേട്ടന്മാർ അമ്പൂരി മലയിൽ ആടിനെ മേയ്ക്കാൻ പോയപ്പോഴേ കോവിഡ് വന്നത്. ഇവിടുന്നോട്ട് വണ്ടി അങ്ങോട്ട് വിടത്തുമില്ല, പോലീസ് പേപ്പറും കൊടുക്കത്തില്ല. 36,000 കേസ് കുറഞ്ഞപ്പോൾ യാക്കോബ് ഓൺലൈനിൽ കൂടെ ഒരു പെർമിഷൻ അപേക്ഷിച്ചു. പെർമിഷൻ കിട്ടി. പെട്ടിയാട്ടോയ്ക്കകത്ത് അരിയും പലോചനമായിട്ട് നേരെ അമ്പൂരി മലയിൽ പോവുക. ചേട്ടന്മാർ താഴെ നിന്ന് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു, യവനെ ഒതുക്കണം. മനസ്സിലാകുന്നവർക്കായി ഞങ്ങളുടെ പാസ്റ്റർമാർ പറയുന്നില്ല, ഈ സ്ഥലം മാറ്റത്തി യവനെ വണ്ടംമേട്ടിലാക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് എന്താ ചെയ്തതെന്നറിയാമോ? യോസഫിനെ ചെന്ന് കണ്ടപ്പോഴേ അവർ പറഞ്ഞു, അവൻ്റെ പെട്ടിയാട്ടോ ഒരു അരിയും പലോചനവും എല്ലാം എടുത്തു. യോസഫിനെ എവിടെ കൊണ്ടിട്ടു? അവനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. അമ്മേ, പൊട്ടക്കിണറ്റിൻ്റെ പ്രത്യേകത എന്താ? പല്ലിയുണ്ട്, പാമ്പുണ്ട്, ചെരുപ്പിൻ്റെ വാറുണ്ട്. തനിക്ക് മുമ്പേ പോയ അസ്ഥികഷ്ണങ്ങൾ അതിനകത്ത് കിടക്കുക. എന്നാൽ വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദർശനമുള്ളവന് വേണ്ടി കോവണി ഇറക്കി തരുവാ. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നീ തകരുവാൻ നിന്റെ ചേട്ടന്മാർ കാത്തു നിൽക്കും, നീ പതറുക, നിന്റെ ബന്ധുക്കൾ കാത്തു നിൽക്കും. അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗത്തിൻ്റെ കോവണി ഉറക്കി കൊണ്ടുവന്ന് അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി ഒന്ന്, അവൻ കിടക്കുന്നത് പൊട്ടക്കിണറ്റില്ല. 2, അവനെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി പനച്ചിമൂട്ടിൽ തൂക്കി വിൽക്കുന്നത് പോലെ ഇസ്മായിൽ കച്ചവടക്കാർ അവനെ മാറ്റിക്കളഞ്ഞു. അപ്പൻ്റെ ഓഹരി ചേട്ടന്മാർ തട്ടിയെടുത്തു. മരണത്തിൻ്റെ ഫോട്ടോയും സകലെടുത്ത് ആദരാഞ്ജലികൾ വെച്ചു. 3, അവൻ എവിടെ ചെന്നു? പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ഒരു നല്ല ആൻറ്റി ഉണ്ടായിരുന്നു. യോസഫിനോട് പറഞ്ഞ്, അമാരെ സാത്തിതർ രഘു, എൻ്റെ കൂടെ നിൽക്കുകയാളെ. സന്തോഷമില്ലല്ലോ. അൽബകാം, കുഴിമന്തി, ആപ്പിളിൻ്റെ ഫോണും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. സോദരം, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരായിരുന്നെ അമ്മാമ്മയുടെ ചുരിദാറും പിടിച്ച് അവിടെ നിന്നേനെ. മനസ്സിലാകുന്നവർക്കായി യോസഫിന് പിടികിട്ടി ഇവിടെ നിന്നാൽ രക്ഷയില്ല. അതുകൊണ്ട് യോസഫ് മതിൽ ചാടി. എന്തായാലും അമ്മാമ്മയുടെ ഈ നെയ്യാറ്റിക്കര ഭാഷയിൽ പറഞ്ഞ പേശി ഉണ്ടായിരുന്നു, ലുങ്കി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോസഫിനെതിരെ കേസ് പോയത്. യോസഫ് വിചാരിച്ച് ലുങ്കി പോയാലും വേണ്ടിയല്ല പനച്ചുമൂട്ട് രാമേന്ദ്രൻ സീന്ന് ഒന്ന് മേടിക്കാമെന്ന്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. അങ്ങനെ ആ യോസഫ് മതിൽ ചാടിയത്. 4, അവൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക, പട്ടിണി കുഞ്ഞായിട്ട് കട്ടിണി കഞ്ഞിയായപ്പോൾ കേസ് റെഡിയായി. കണ്ടോ? ഇന്ന് നമ്മുടെ ചെമ്പൂരും വെള്ളറടയിൽ 1-ാം ദിവസം ചർച്ച വന്നു കഴിഞ്ഞാൽ വലിയ ദൂത്, 2-ാം ദിവസം മാരുതി, 3-ാം ദിവസം കൊച്ചു വീട്. അമ്മയ്ക്കൊരു കറുത്ത ഗ്രാനൈറ്റ് ഇട്ട വീട് ഞാൻ ആത്മാവിൽ കാണുന്നു. 4-ാമത് മേനെ തെക്കേ ഉർവശിൽ, മോനെ തെക്കേ അമേരിക്കയിൽ അയക്കാം. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. ഇങ്ങനെയൊക്കെയാണ് പലരും പറയുന്നത്. കണ്ടു, ഒരു ഭക്തൻ കിടക്കുന്നത് 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 നാട്ടുകാരവനെ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ അപമാനിച്ചു, 4 കാരാഗ്രഹത്തിൽ അവൻ കിടക്കുക. വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിൽ കിടന്നാൽ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ചെമ്പൂരെയും വെള്ളറുടെയിലെ തൊഴിലാളികൾ ഇവിടെ വന്നത് അന്തപുരത്തിനകത്തിരിക്കുന്നവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി രേഖകളെ മാറ്റി എഴുതുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നീ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 4 പ്രതികൂലങ്ങൾ യോസഫിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അമ്മാമ ഇതാ വാഗ്ദത്തം. അവൻ കാരാഗ്രഹത്തിൽ പട്ടിണി കഞ്ഞി അച്ചാറും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറവോന്റെ കൊട്ടാരത്തിനകത്ത് അവന് വേണ്ടി കസേര ഒരുങ്ങിക്കൊണ്ടിരിക്കുക. തട്ടാൻ തങ്കപ്പനെ കൊണ്ട് മോതിരം റെഡി ആയിക്കൊണ്ടിരിക്കുക. കാലയിൽ നല്ല തുകൽ ചെരുപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആരും അറിയാതെ വഴികളെ തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും വർദ്ധിപ്പിച്ചു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കഞ്ഞു കൊടുക്കുമ്പോഴോ അവൻ അറിയാതെ അവന് വേണ്ടി ചെയറുകൾ ഒരുക്കിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ചേട്ടന്മാർ പറയും പുറത്ത് വരത്തില്ല, നാട്ടുകാർ പറയും നീ അസ്തമിക്ക്, വീട്ടുകാർ നിനക്കെതിരെ രേഖ എഴുതി വെക്കും, മന്ത്രവാദി പറയും നിന്റെ കുടുംബം തകർന്നു പോകും. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പിശാച് നിനക്കെതിരെ കെട്ടിയ മതിലിന്റെ അപ്പുറത്തുകൂടെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ യോസഫിന്റെ തലകളെ ഉയർത്തിയ ദൈവം ഇന്ന് രാത്രി നിന്നെ ഉയർത്തുന്ന രാത്രി. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അമ്മാമ്മ വിളിച്ചു പറ, അത്തിവൃക്ഷം തളുകയില്ല, അച്ചായ ബദാമരം പൂക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലികൾക്ക് നല്ല നന്മ കാണുകയില്ല, എൻ്റെ തോട്ടങ്ങളിലകത്ത് വിളകൾ ഉണ്ടാകത്തില്ല. എങ്കിലും വിളിച്ചിറക്കിയ യഹോവയിൽ ഞാൻ ആനന്ദിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ ഞങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്ന് രാത്രി അപ്പൻ മറന്നാലും അമ്മ മറന്നാലും കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും കത്തി നിന്റെ ശരീരത്തിനകത്ത് കയറിയാലും നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ എന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. 2026 കടക്കുമ്പോൾ പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എന്നും കള്ളിമൂടിൽ കുടിലിനകത്ത് കിടക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ
ശുശ്രൂഷിപ്പാ എന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വാർത്തെടുക്കുന്ന രാത്രിയാകട്ടെ. സ്പെഷ്യൽ അനോയിന്റ്മെന്റ് യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കുന്നവനെതിരെ പോരാട്ടം വരും, പ്രാർത്ഥിക്കുന്നവനെതിരെ രേഖ എഴുതും, പ്രാർത്ഥിക്കുന്നവനെ തകർന്ന് കാണുവാൻ ദൂഷ്ടപിശാച് പദ്ധതി വെക്കും, ദർശനമുള്ളവനെ തകർക്കുവാൻ മന്ത്രവാദിയും തന്ത്രവാദിയും രേഖകൾ എഴുതും. എന്നാൽ കാരാഗ്രഹത്തിന്റെ നടുവിൽ നിന്റെ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തലകളെ ഉയർത്തുന്നത് പോലെ ഉയർത്തിക്കൊണ്ടുവരുവാ. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാ. വാഗ്ദത്തം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പിന്നോട്ട് പോകരുത്, വിളിച്ച ദൈവം വിശ്വസ്ത, അന്ത്യം വരെ വഴി നടത്തുവാന്ന് പറഞ്ഞ കരുത്തുറ്റ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നിന്റെ ഭാരങ്ങളെ ഏൽപ്പിക്കുക. അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവര് ഇന്ന് രാത്രി എന്റെ അടുക്കൽ വരുവേ. ഞാൻ നിങ്ങളെ പോറ്റി പുലർത്താമെന്ന കർത്താവ് ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി അവൻ എവിടായി? ഇപ്പൊ കൊട്ടാരത്തിനകത്തെത്തി. കണ്ണുനീരിനൊരു മറുപടി ഉണ്ട്, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. വചനം മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ മറക്കത്തില്ല. വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. അങ്ങനെയെങ്കിൽ എന്താ ചെയ്ത യോഹന്നാൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. ഉടനെ വയോധികന് വേണ്ടി മൂന്നാമത്തെ കൽപ്പന കൊടുക്കുന്നു. മൂന്നാമത്തെ കൽപ്പനയുടെ പ്രത്യേകത അവനെ നാട് കടത്തുന്നു. ഡൊമേഷൻ എഴുതി കൊടുത്തു. 6 മാസത്തിൽ ഒരിക്കൽ യുദ്ധ കുറ്റവാളികളെ നാട് കടത്തുന്ന ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസ്. അവിടെ ഒളിമ്പിക്സ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. 60 മൈൽ നീളത്തിൽ ഒരു നദി ഒഴുകുന്ന തേംസ് നദിയുടെ ഒത്ത നടുക്ക് പൂവാറിലെ കണക്ക് ഒരു ദ്വീപുണ്ട്. അതിൻ്റെ പേര് പത്മോസ്. 16 നീളം 10 വീതി. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അമ്മാമ്മ അച്ചായ 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനെ ഒരു യാനത്തിനകത്ത് കൊണ്ടങ്ങോട്ട് തള്ളി. അവിടെ ചെന്നപ്പോൾ യാനവും പോയി ഗേറ്റും അടഞ്ഞു. വയോധികൻ നോക്കുമ്പോൾ 5 കാഴ്ച. ആകാശം മുട്ട കരിമ്പന. പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ. മനുഷ്യൻ്റെ അസ്ഥികഷ്ണം മാറുന്നതിന് തലയോട്ടിയുടെ ദുർഗന്ധം. ആ മനുഷ്യൻ വിചാരിച്ചു ഞാനിവിടെ അസ്തമിക്കാൻ പോകുക. എന്നാൽ കാൽവറി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധിയിലും മുട്ടുമടക്കും. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി സഹോദരങ്ങളെ, നാളെ ഇവിടെ ഒരു യോഗമില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയണം, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ആ പഴയ പുൽപ്പ ഞാനൊന്ന് താഴെ ഇറക്കി അതിനകത്ത് എൻ്റെ കണ്ണുനീരിറങ്ങി വരുമ്പോൾ സ്വർഗത്തിൻ്റെ കോപണി എനിക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമാ, നിന്നെ തകർക്കുവാൻ കഴുകന് പരുന്ന് ഓടിയാൽ ഇന്ന് രാത്രി കാൽവറി ദർശനം കണ്ട് മുട്ടുമടക്കുന്നവനെ കരം തൊട്ട് അനുഗ്രഹിപ്പോ. വയോധികനായ യോഹന്നാന്റെ കണ്ണുനീരിനകത്ത് അവനെ പിടിച്ച കരം ഇന്ന് രാത്രി ചിലരെ പിടിക്കുന്ന രാത്രിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിറങ്ങി സ്വർഗത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എന്ന് രാത്രി നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും, നിനക്ക് എഴുതിയ രേഖകളെ മാറ്റി എഴുതും, സ്വർഗത്തിന്റെ കരം ഇറങ്ങി വരും. എന്ന് രാത്രി നീ ദേശത്തിന് വേണ്ടി ഉപവസിക്കുന്ന നിന്റെ തലമുറകളുടെ ഭാവി മാറ്റി എഴുതുക. എന്ന് രാത്രി യോഹന്നാന്റെ തൊട്ടകരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 10,000 വാട്സ് വേണ്ട, തമ്പേർ വേണ്ട, താളം വേണ്ട. ഇന്ന് രാത്രി ഹൃദയം നുറുങ്ങിയവർക്ക് ഇന്ന് രാത്രി കോരയിൽ യഹോവ സമീപസ്. നിന്റെ മനം തകർന്ന വിഷയത്തിനകത്ത് നീ തകരാതെ നിന്റെ കരങ്ങളിൽ പിടിച്ചു നടത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗം തുറക്കുന്ന കാഴ്ച. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. സിസ്റ്റർ, നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കും. അച്ചായ, കൂടെ കരമടിച്ചവന് നിനക്കെതിരെ നിൽക്ക്. എന്ന് രാത്രി ആ പ്രാർത്ഥനാ മുറിക്കകത്ത് പുൽപ്പായിലേക്ക് കണ്ണുനീരിറങ്ങി വരുമോ? പഴയ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്ക് യാക്കോബിന്റെ മുൻപിൽ വഴികൾ അടഞ്ഞുപോയി. ഇനി എങ്ങോട്ടും അവന് പോകാൻ യാതൊരു നിർവാഹമില്ല. എന്നവന്റെ കല്ല് തലയണയായോ അന്ന് രാത്രി സ്വർഗത്തിന്റെ കരം അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ചില തലയണകൾക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ, അടുത്ത ദിവസങ്ങൾ കണ്ണുനീരുകൾ ഇറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ലാബാന്റെ വീട്ടിലേക്ക് യാക്കോബിന് വേണ്ടി പുതുവഴി ഒരുക്കിയ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കല്ല് തലയണയാകുമ്പോൾ ദൈവത്തിന്റെ കരമേറിട്ട് ഇറങ്ങുക. ഇന്ന് രാത്രി അത് ഊതേറ്റെടുത്തോണ്ടേ പോകാവൂ. ബാക്കിൽ നിനക്കെതിരെ പിശാച് പോരാടി നിൽക്ക്. നിന്റെ തലമുറകൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴി ഇല്ലാതിരിക്കുക. എന്ന് രാത്രി ആ കണ്ണുനീര് ആ തലയണയ്ക്കകത്ത് ഇറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ GPS വേണ്ട, നെറ്റും വേണ്ട. യാക്കോബിനെ പിടിച്ചു നടത്തുവാൻ ലൂസിന്റെ പട്ടണത്തിനകത്ത് ഇറങ്ങിയ കര ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ഈ രാത്രിയും ദൈവത്തിന്റെ ഭാഗത്ത് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാ. ലോർഡ് ജീസസ് പ്രഷ്യസ് മോമ. യോഹന്നാന് വേണ്ടി സ്വർഗം തുറക്കുന്നു. കാൽവറിയിൽ 139 അടിയേറ്റ് 39 അടി 156 മുള്ളുള്ള കിരീടം കണ്ട് യോഹന്നാൻ യേശുവിനെ കാണുന്നത് തേജസ്സിൽ. 7 പൊൻ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈയിൽ യോഹന്നാൻ മുട്ടുമടക്കി ആ കരം അവനെ തൊട്ട് ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്കും ജീവിക്കും.
വെച്ചു. കുഞ്ഞെ, നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്കാലിപ്സ്, രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. അധ്യായം 2, 3 ആസിയയിലെ 7 സഭ. ഇന്ന് സാംബാസ്റ്റർ വായിച്ചത് ഏറ്റവും അവസാന സഭയായ ഫിലാദൽഫിയ സഭയോട് സ്വർഗം സംസാരിക്കുന്നത് വായിച്ചത്. തുർക്കിയിലെ ഏഷ്യ മൈനറിൽ അള്ളാഷേർ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ പഴയ നിയമകാലത്ത് കിടന്ന ഒരു സഭയായി ഫിലാഡൽഫിയ സഭ. ഫിലാഡൽഫിയ സഭയുടെ കർത്താവ് പറഞ്ഞു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തു. നിൻ്റെ സഭയിൽ 10,000 പേരൊന്നുമില്ല. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. പരീക്ഷാകാലം വരുമോ? ഞാൻ വേഗം വരുന്നു. നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കാലമെല്ലാം കഴിയും, കാന്തൻ വരാറായി. അങ്ങനെയെങ്കിൽ ഒരു പരീക്ഷാകാലം ഉണ്ടാകുമോ? ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. ആദ്യ രാത്രി ഞാൻ പറഞ്ഞു, ദൂതന്മാരുടെ യുഗം, നിൽക്കൽമക്ഷ യുഗം, മനസാക്ഷി യുഗം, ന്യായപ്രമാണ യുഗം, സങ്കലന യുഗം. അത് കഴിഞ്ഞ് 6ാമത്തെ യുഗം കൃപായുഗം. കൃപായുഗത്തിൽ 1ാമത്തെ സംഭവം നടക്കും, ദൈവസഭ എടുക്കപ്പെടും. ആരാ ദൈവസഭ? IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, സിയോൻ സംഘം. ഇതെല്ലാം വചനപ്രകാരം ഡിമോനോമിനേഷൻസ്. ഏതാ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ. അവരെ ചേർക്കാൻ കാന്തൻ വരും. 2, ഒരു അന്തിമ യുദ്ധം ലോകത്തിലുണ്ടാവും. ഇസ്രായേലിനെതിരെ 57 രാഷ്ട്രങ്ങൾ അറബ് ലീഗ് എഴുന്നേറ്റ് വരും. റഷ്യയും കൊറിയയും ചൈനയും യുദ്ധത്തിൽ മേധാവികളായി നിന്ന് അവരെ തകർക്കാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. അതാ വെളിപ്പാട്. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറും. ഒരു ഭരണാധികാരി കടന്നു വരും. അതുകൊണ്ടാണ് ആദ്യ രാത്രി വീഡിയോ അജിബ്രദറിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്ന്, ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്നും ആ സംഘടനയുണ്ട്, യുണൈറ്റഡ് നേഷൻസ്. അതിൻ്റെ പേര് ഇന്നുമുണ്ട്, ഐക്യരാഷ്ട്ര സംഘടന. കർത്താവിൻ്റെ വരവിൽ കഴിഞ്ഞാൽ ഒരുവൻ വരും, ന്യൂ വേ വേൾഡ് ഓർഡർ. കൃപായുഗം തീരാറായോ? ഇന്ന് അമേരിക്കയിലെ പല കാറിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, സ്തോത്രം, ഐ എം എ ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. നാടൻ മലയാളം. കാറിനകത്ത് കയറാൻ വരുന്നവൻ്റെ അടുത്ത് നീ ഗുണപ്പെട്ടവനാന്ന് ചോദിച്ചാൽ വല്ലവനും കയറും. അതുകൊണ്ടാണ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്, മനസ്സിലാകുന്നവർക്കായി. മലയാളം. ഈ യാത്രയിൽ ഞാൻ പോകുമ്പോൾ കാകളനേതം കേട്ടാൽ താങ്കൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ 8 കമ്പാർട്ട്മെൻറ്റ്, കൂകു കൂകു തീവണ്ടി, കൂകി പായും തീവണ്ടി, ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ടിരുന്ന സ്തോത്രം. ഇപ്പം കമ്പാർട്ട്മെൻറ്റ് കൂടി തിരുവനന്തപുരത്ത് നാഗർകോവിൽ പാസഞ്ചറിന് 2 ലോക്കോ. അതിൻ്റെ പ്രത്യേക പാറശാല ഇരണിയല്ലോ. അത് കഴിഞ്ഞിട്ടും സ്വാമിയാർ മഠത്തിൻ്റെ അതിൽ കൂടെ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ പോകുമ്പോഴെങ്ങാനും കാകളം കേട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ പോയ എല്ലാം കൂടി ഉപ്പുവെള്ളത്തിൽ വെള്ളം കുടിക്കും, പറവവും കുടിക്കുന്ന പോലെ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ട്രെയിനകത്ത് 2 പൈലറ്റായി. തിരുവനന്തപുരം എയർപോർട്ടിൽ പോണ ചാക്ക അനന്തപുരിയുടെ മേളിൽ കാണുമ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് വെള്ളം നിരത്തിയിട്ടിരിക്കുന്ന പോലെ. അപ്പോൾ പ്ലെയിൻ അതിനകത്ത് നോക്കണം, പൊന്തമ്മാവെ കിളിയിരിക്കുന്ന പോലെ 2 എണ്ണം ഇരിപ്പുണ്ട്. കിളിയെ നീലാഞ്ചന പൈങ്കിളിയല്ല, 2 പൈലറ്റ്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഊരുട്ടമ്പലത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു പൈലറ്റ് പ്രസംഗം കേൾക്കാൻ വന്ന്. അവർ കുടുംബമായിട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്ന്. അവിടുത്തെ പാസ്റ്റർ ഞെട്ടിപ്പോയി, പൈലറ്റ് പ്രസംഗം കേൾക്കാൻ വന്ന്. അപ്പോൾ പാസ്റ്റർ ചോദിച്ച്, അവധിയായിരുന്നു, എങ്ങനെ വന്നെന്ന്. ആ പറഞ്ഞ് എന്ന് യൂട്യൂബിൽ കേൾക്കുന്നതെന്ന് നേരെ കേൾക്കാൻ വന്നു. സ്വോത്രം. അവർക്ക് അറിയാവുന്ന സ്വോത്രം. അപ്പം ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറേ ഇപ്പം ഏത് റൂട്ടാണ്? തിരുവനന്തപുരം കളിക്കവളയാണെന്നോ തിരുവനന്തപുരം വെള്ളറടയാണെന്നോ? മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അപ്പോൾ അവർ പറഞ്ഞതാ, എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ദിവസം മസ്കറ്റിലേക്ക് 3 മണിക്കൂർ 35 മിനിറ്റ്, പിറ്റേന്ന് തിരുവനന്തപുരം ദുബായ് 3 മണിക്കൂർ 55 മിനിറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, കൂടെ ഒരാളുണ്ടോ? പാസ്റ്ററിന് അറിയാമല്ലോ, ഒരാളിവിടെ കൂടെ. അപ്പം ഞാൻ ചോദിച്ചു, സാറിന് ഒറ്റയ്ക്ക് പറത്തിക്കൂടെ? 2 ചായ മാത്രം മതി. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിൽ ഇറങ്ങാൻ ഒരു ബിസ്ക്കറ്റും കഴിച്ച് ഒരു ചിപ്സും ഒക്കെ അടിച്ചിട്ട് 1 മണിക്കൂർ കയറ്റി ഇവിടെ ഇറങ്ങാം. മനസ്സിലാകുന്നവർക്കായി ശ്രോത്രം. എന്തിനപ്പുറത്തൊരു പൈലറ്റിനെ കൊണ്ട് വച്ചിരിക്കുന്നു. ഈ പൈലറ്റ് പറന്ന് പോകുമ്പോൾ കാകളനാഥം കേട്ടാൽ ഡോറ് തുറന്ന് പോയാൽ 150 എണ്ണവും കൂടെ താഴെ വീഴും. പിന്നെ സ്റ്റിയറിങ് പിടിക്കാനാണ് വേറൊരാളെയും കൂടെ വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ട്രെയിനിനകത്ത് 2 ലോക്കോ, പ്ലെയിനകത്ത് 2 പൈലറ്റ്, കാറിനകത്ത് സ്റ്റിക്കർ. മലയാളം. ഇന്ന് രാത്രി നമ്മുടെ കോരയൽക്കാർ കേൾക്കണം, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. മനസ്സിലാകുന്നവർക്കായി അവർക്കെല്ലാം അറിയാം എന്ത് സംഭവം നടക്കുമെന്ന്. അത് കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെടും. ദൈവസഭ എടുക്കപ്പെട്ടാൽ എതിർ ക്രിസ്തു വന്നാൽ എന്ത് ചെയ്യും? 2 കാര്യങ്ങളായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്. 1, അവൻ നിയമത്തെ കഠിനമാക്കും. 2, കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തുനിന്ന് തീയിറങ്ങും. അമേരിക്കയിലെ സംഭവത്തെ വരച്ചു കാട്ടി. 5 കാര്യങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധയോടെ. ദൈവസഭ എടുക്കപ്പെട്ടാൽ, ഒരുവൻ ഭരണത്തിൽ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? വായിച്ചു തുടങ്ങുന്നു. ബൈബിൾ കൂടെ വെച്ചിരിക്കണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ, ശാബാസ് വായിച്ച് സഹായിച്ചാട്ട്. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ
അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഒന്ന് വെള്ളക്കുതിര. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കുതിരയെ പറ്റി പ്രസംഗിച്ചുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാനാ. വെള്ളക്കുതിര ഇസ്രായേലിലെ സമാധാനത്തിന് വേണ്ടി ആന്റി ക്രൈസ്റ്റ് ആലയം പണിയുന്നത് വെള്ള. 2 ചുവന്ന കുതിര. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന്റെ പുറത്തിരിക്കുന്നവനെ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അവിടെ ഒരു പുൾസോപ്പിടണം, സാമ്പാസ് അവിടെ ഒരു തുണ്ട് വെച്ചേക്കണം. ഞാൻ പറയുമ്പോൾ അടുത്ത വാക്ക് മർക്കോസ് 13 വരണം. അതിന്റെ പ്രത്യേകതയാ മനുഷ്യൻ ഭൂമിയിൽ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം. നമ്മുടെ കോരയിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കേട്ടാട്ട് കോവിഡിനകത്ത് 83,000 പേരാ കാസർഗോഡ് തലപ്പാടി മുതൽ കളിക്കാവള വരെ പോയത്. ഇന്ന് പത്രത്തിൽ രാവിലെ നല്ല വാർത്ത നോക്കിയാൽ എല്ലാം കൊലപാതക. 1 തിരുവനന്തപുരം തന്നെ എടുക്കാം. തുടക്കം തിരുവനന്തപുരം സിറ്റി ലോഡ്ജ്. രാവിലെ ലോഡ്ജ് ഇരുന്നവനെ 36 വെട്ടിൽ ഒരുത്തം കൊന്നു. 2 തിരുവനന്തപുരം തമ്പാനൂർ കൊടിയിൽ ടൂറിസ്റ്റ് ഹോം. കൈരളി ചാനലിൽ ജോലിയുള്ളവൻ ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് അവിടെ ആടിൻ്റെ കഴുത്തറക്കുന്ന പോലെ അറുത്തത് ഞായറാഴ്ച. അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന അന്നപൂർണ്ണ ചായ കുടിക്കുന്ന പയ്യൻ എന്നെ വിളിച്ച് പറഞ്ഞ് പാസ്റ്റർ പ്രസംഗവും ശരിയായി, ഇവിടെ കൊലപാതകവും ശരിയായിരുന്നു. 2ാമത്തെ കാര്യം. 3 തിരുവനന്തപുരം ടെക്നോ പാർക്ക് അനിശാന്തി. 9 മാസം 9 ദിവസം 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കാമുകൻ നിനോ മാത്യുവിന് വേണ്ടി ബഞ്ഞാറമോട് ഫർഹാൻ ഒരു ചെറുപ്പക്കാരൻ 1 മണിക്കൂർ കൊണ്ട് 3 എണ്ണത്തിനെ കശാപ്പ് ചെയ്തു. 4 എണ്ണത്തിന് മറ്റന്നേരം നമ്മുടെ കോഴിയെ വെട്ടുന്ന പോലെ വെട്ടിക്കളഞ്ഞ ബഞ്ഞാറമോട്. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം. ചൂടമ്പാലക്കാരൻ ദീപു, അദ്ദേഹത്തെ അവൻ്റെ ഒരു കൂട്ടുകാരൻ പാറശാല ഐങ്കാമത്ത് ഞാൻ കളിക്കാവളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർജിക്കൽ ബ്ലേഡ് എടുത്ത പൊള്ളാച്ചി JCB മേടിക്കാൻ പോയവനെ ദീപുവിനെ കഴുത്തറുത്ത് കളഞ്ഞു. ചൂടമ്പാലക്കാരൻ അമ്പിളി. കേരളം ഞെട്ടിയ കാഴ്ച. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തൊട്ടടുത്ത് കിളിയൂരിൽ കണ്ടില്ലേ? പാവപ്പെട്ട ജോസേട്ടന് പ്രജിൻ 28 കുത്തിയിട്ട് വെള്ളറുടെ CAയുടെ മുമ്പിൽ കൊണ്ടുപോയി കത്തിയും വെച്ചു കൊടുത്ത് പപ്പായ ഞാൻ കുത്തിയെന്ന് മനസ്സിലാകുന്നവർക്കായി. എവിടം വരാ എമ്മാമേ? ഇതെല്ലാം മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. സിസ്റ്റം മാറിയതല്ല, ഇനി ഇത് കൊലപാതകങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചാനലുകാർക്ക് നല്ലതാണ്. ഇപ്പം പണ്ട് നല്ല വാർത്തകളായിരുന്നു. ഇപ്പം ക്രൈം ഫയൽ, FIR, കുറ്റകൃത്യം, അന്വേഷണം. സന്തോഷമില്ലല്ലോ, അരമണിക്കൂർ അവർക്ക് നല്ല പോളിംഗ് ആയി മനസ്സിലാകുന്നവർക്കായി എല്ലാ ചാനലും. ഇനി ആരെ കൊല്ലും? ബൈബിൾ എടുക്കാം, മർക്കോസിൻ്റെ സുവിശേഷം 13-12 എല്ലാം ഉണ്ട്. ഇതെല്ലാം എടുക്കണം. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നെയ്യാറ്റിൻകര തിരുമുറ CSI ഞാൻ കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കാൻ പോയി. ആദ്യത്തെ ദിവസം മത്തായി ചൂച്ചേട്ടൻ പ്രസംഗിച്ചു കഴിഞ്ഞു. 4 ദിവസം കൺവെൻഷനാണ്. 2ാം ദിവസം അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ഇതുവരെ എനിക്കറിയത്തില്ലായിരുന്നു കർത്താവ് വരുമെന്ന്, പക്ഷേ ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പം പിടികിട്ടി കർത്താവ് വരുമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതിൻ്റെ അർത്ഥം മത്തായി 24 വായിച്ചത്. അച്ഛൻ പറഞ്ഞത് നിങ്ങൾ പത്രവും കൂടെ വായിച്ചാൽ മതി, എല്ലാം ക്ലിയറാന്ന്. അടുത്ത വാക്കുകൂടെ വായിച്ചാട്ടെ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മതി. അവിടെ നിൽക്കട്ടെ മോനെ. സഹോദരനെ. ആറാട്ടുകുഴിക്കകത്ത് ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു. റാന്നി ചെത്തോങ്കര ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി കരിമ്പനാൽ 40 കോടി രൂപയ്ക്ക് വേണ്ടിയ ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു. ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ തങ്ങൾ തന്നെ വെട്ടിമരിക്കുന്നു. അടുത്ത വാക്ക് വായിച്ച മോനെ. അപ്പൻ മകനെ മരണത്തിനേൽപ്പിക്കും. മലയും കീഴി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കള്ളു കുടിച്ചിട്ട് വന്ന അപ്പൻ മകനെ ഒറ്റ കുത്തി കൊന്നു കളഞ്ഞു. എവിടം വരാ എമ്മ ലോകം. അടുത്തതുണ്ടോ താമരശ്ശേരിയിൽ മയക്കുമരുന്നിന് കാശ് കിട്ടാൻ എന്താ സംഭവിച്ചത്? നൊന്ത് പ്രസവിച്ച അമ്മയെ കൊന്നു കളഞ്ഞു. എറണാകുളത്ത് കണ്ടില്ലേ, കാശ് കൊടുക്കാഞ്ഞിരുന്ന് അമ്മയുടെ മൊബൈൽ കറിച്ചട്ടിയിട്ട് വറുത്തിട്ട് അമ്മയെ ജനലെ കൂടെ തള്ളിയിട്ട് കൊന്നു. എവിടം വരായി ഇന്നത്തെ കൊലപാതകം? ഇത് അന്ത്യകാലമല്ലയോ? ഞങ്ങളുടെ കൊട്ടാരക്കര വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഷിജിൻ അറിയാൻ്റെ തൊട്ടുപുറത്ത് ആശുപത്രിയുടെ ഷിജിന് സ്ഥിരം അവരെ പരിപാടിക്കാൻ പോകുന്നത്. വന്ദനാദാസിൻ്റെ വെളുപ്പിന് ഒരു നരാധവൻ സർജിക്കൽ ബ്ലേഡ് കൊണ്ടാണ് കുത്തി മലർത്തിയത്. സ്വോത്രം. എവിടം വരായി അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. സഹോദരനെയും അപ്പൻ മകനെ. അടുത്ത ഭാഗം വായിച്ചു. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ദാ കിടക്കുന്ന അപ്പം ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് വിട്ട് റൂട്ട്. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്ക്. ചെങ്ങന്നൂർ ഭാസ്കരക്കാരൻ അവർ വീട്ടിലൊരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി മനസ്സിലാകുന്നവർക്കായി പെൺകുട്ടിയെ എന്താ സംഭവിച്ചതെന്നറിയാം? വഴക്കുണ്ടാക്കി കൊട്ടേഷൻ ടീമിനെ വിളിച്ചല്ലോ തട്ടിക്കളഞ്ഞ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പരോള് കൊടുത്ത് DIG ആയപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുന്നത്. സന്തോഷമില്ലല്ലോ, പറവോന് ഉപ്പ് വെള്ളം കുടിക്കുന്ന പോലെ. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇതെല്ലാം അന്ത്യകാലമാണ്. വീട്ടിൽ വന്ന പെങ്കൊച്ചു കൊട്ടേഷൻ ടീമിനെ വിളിച്ചു. കോരയിൽ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും സ്നേഹത്തോടെ പറയാനുള്ളത്, വീട്ടിൽ വരുന്ന പെൺപിള്ളാരോടൊക്കെ അമ്മാമ്മ മാന്യമായിട്ട് പെരുമാറണം. അച്ചായ പെൺപിള്ളാരിലൊക്കെ കൊട്ടേഷൻ ടീമിൻ്റെ നമ്പറുണ്ട്, പെരുവഴിയായി പോകരുത്. മനസ്സിലാകുന്നവർക്കായി. ഭാസ്കരക്കാരനവരുടെ കണക്ക് അന്ത്യകാലമായി മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂക്കാരൻ ഒരു ചെറുപ്പക്കാരൻ, അവൻ എന്താ ഷെറിനെന്നാ പേര്, കാർ ശരിയാക്കാൻ വന്ന് പഞ്ഞാറമൂട് കടക്കൂട്ടം പോത്തങ്കോട് തിരിച്ചു പോയ വഴി ടയോട്ട ശരിയായി. അപ്പനുമായിട്ട് വഴക്കൂടി കൊട്ടാരക്കര ചെന്ന് കഴുത്തിങ്ങനെ പിരിച്ചു കൊന്നുകളഞ്ഞു. കാല് എവിടെ? പത്തനംതിട്ട. തല കോട്ടയത്ത് ആറ്റിൻ്റെ അവിടെ.
പട്ടി അടക്കുന്ന പോലെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് പള്ളിയുടെ തെമ്മാടി കൂടി അടക്കിയത്. എവിടമ്മരായി അമ്മാമ ലോകം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. വളരെ സ്നേഹത്തോട് പറയാം. ഇവിടെ അത്രയും സഹോദരന്മാരിരിപ്പുണ്ട്, ബാക്കിയുള്ളവർ ഒരുപാട് പേരിപ്പുണ്ട്. നിങ്ങൾ ആരോടും ഇന്നത്തെ കാലത്ത് കശപിശയ്ക്ക് പോകരുതേ മക്കളെ. സ്വോത്രം. തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് വല്ലവരും പറഞ്ഞാൽ ഗോഡ് ബ്ലസ് യു, അപ്പോഴേ സ്ഥലം കാലിയാക്കണം. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇവിടെ ഷിജിനും ഇരിപ്പുണ്ട്, ഇവരെല്ലാം അറിയാം. നല്ല ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെന്നോട് പറയുന്ന കാര്യമുണ്ട്, എൻ്റെ പൊന്നു ഭാഷ എവിടുന്നെങ്കിലും വെള്ളം കുടിച്ചിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മിണ്ടാതെ അങ്ങ് പൊക്കോണമെന്ന്, മനസ്സിലാകുന്നവർക്കായി. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, രാത്രിയിലങ്ങ് വണ്ടി ഓടിച്ച് പോകുന്നത് തന്നെ സൂക്ഷിക്കാം, വഴി കൈ കാണിച്ച ആരെ നിർത്തരുത്, ഫസ്റ്റ് വിട്ട് പൊക്കോണമെന്ന്, മനസ്സിലാകുന്നവർക്കായി. കാലം മോശം അമ്മ സ്വോത്രം. പഴയ കാലമല്ല, മനുഷ്യൻ അന്യോന്യം കൊല്ലുന്ന കാലം. അതുകൊണ്ട് ആദ്യ രാത്രി ഞാൻ പറഞ്ഞത് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കർത്താവിൻ്റെ വരവെടുത്തുപോയി, അതിനാസ്പദമായി അവൻ നിയമത്തെ കഠിനമാക്കുന്നത്. മുഖ്യമന്ത്രിയെ കുറ്റം പറയരുത്, കളക്ടറെ കുറ്റം പറയരുത്, പോലീസ് മേധാവികളെ കുറ്റം പറയരുത്. ഇതെല്ലാം അവിടെ നടക്കും. കുഞ്ഞുങ്ങളെ വെള്ളത്തിയിട്ട് കൊല്ലും, ഭാര്യ വെള്ളത്തിയിട്ട് ചാവും, കുഞ്ഞുങ്ങളുമായിട്ട് ട്രെയിന് മുമ്പ് ചാടി മരിക്കും കോട്ടയത്ത്. ഇതെല്ലാം നിങ്ങൾ കണ്ടതാ. ഇതിൻ്റെ എല്ലാം പ്രശ്നം സിസ്റ്റം ഫെയിലുവർ. അവൻ അടുക്ക വാതിൽക്കൽ. ഇതൊരു അന്ത്യകാലമാണ്, ക്ലിയറായി. അതിനൊരുത്തരെയും കുറ്റം പറയരുത്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ച് മടങ്ങുമ്പോൾ നാളെ നിങ്ങൾ പത്രത്തിൽ കാണുന്നത് വീണ്ടും കൊലപാതകമാണ്. അതൊരു അന്ത്യകാലം. കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊന്നത് കാണാം. ഇതെല്ലാം അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു. അങ്ങനെയെങ്കിൽ ഇനി അടുത്തതാ പ്രസംഗം, ഒരു വലിയ വാൾ അവന് കിട്ടാൻ പോകുന്നു കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. സാംബാസ് തിരിച്ചു വരണം. നമ്മുടെ അവിടെ നമ്മുടെ വെളിപ്പാട് 6:4 വാക്യം കുഞ്ഞു വായിക്കണം, വളരെ സാവധാനത്തോടെ, ഇവർക്ക് മനസ്സിലാകണം. വെളിപ്പാട് 6:4 വാക്യം മോനൊന്ന് വായിച്ചാട്ടെ, വായിക്കാം. ഒരു വലിയ വാളും അവന് കിട്ടി. ഇതാ കിടക്കുന്ന വലിയ വാൾ, പനിച്ചുമൂടി ചന്തയിൽ നിന്ന് കിട്ടിയ ഇതല്ല, വലിയ വാൾ. ഇവിടം തൊട്ട കുഞ്ഞുങ്ങൾ ശ്രദ്ധ മനസ്സിലാക്കണം. എന്താ വലിയ വാളിൻ്റെ പ്രത്യേകത? 2009 കർത്താവിൻ്റെ വരവും ഭയങ്കര സംഭവം. 2009 ചിക്കൻ കുനിയ വന്ന്, സന്തോഷമില്ലല്ലോ. 2009 ഒരു ഏകലോക ഗവൺമെൻറ്റിൻ്റെ കാര്യം വേണമെന്ന് പറഞ്ഞു. 2009 വഴിയാധാരമായ ആധാറിന് വേണ്ടി ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ മൻമോഹൻ സിംഗ് എടുത്തത്. 2009 ഒലിവുമലയുടെ അടിവാരം പിളർന്നത്. എല്ലാം കർത്താവിൻ്റെ വരവ് 2009 ബന്ധപ്പെട്ട് അതൊരു വലിയ പ്രസംഗമാണ്. നമുക്ക് പ്രസംഗിക്കാൻ സമയമില്ല. 2009 കേട്ടോ, 1997 ആയപ്പോൾ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം പതിയെ തകരാൻ തുടങ്ങി. 2001 യൂറോപ്യൻ യൂണിയൻ വന്നു. ബാക്കിയൂടെ കേട്ടാട്ടെ. 2004 ആയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? അവർ പറഞ്ഞ് നമ്മളെ നാട്ടുകാർ ആക്രമിക്കാൻ വന്നാൽ ഒരു റിയാക്ടർ ഉണ്ടാക്കണം. ആ റിയാക്ടറിൻ്റെ പേരാ തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. വലിയ വാൾ അവന് കിട്ടി. ഇതൊരു വലിയ പ്രത്യേകതയുള്ള റിയാക്ടറാണ്. പറഞ്ഞു തരാം. നമ്മുടെ ഇവിടെ കുരിശുമലയുണ്ട്, മണ്ണാത്തിപ്പാറ കുരിശുമല. അവിടെ പെരുന്നാളിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടുകാർ വലിയൊരു അണ്ടാവ് കൊണ്ടുവരും, നല്ല എണ്ണ നിറയ്ക്കും. 4 ചെറുപ്പക്കാരാ ഒരേ സമയം 4 ചട്ടിയായിട്ട് നിന്ന്, ഒരുത്തൻ പരിപ്പ് വട, ഒരുത്തൻ ഉഴുന്നുവട, ഒരുത്തൻ ബോണ്ട, ഒരുത്തൻ നെയ്യപ്പം. മനസ്സിലാകുന്നവർക്ക് ഒറ്റ ബർണറിനകത്ത്. അതുപോലെ ഇതിനകത്ത് 4 പോർമുനകളുണ്ട്. മൊബൈൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അതിനകത്ത് തോറിയം, ലിഥിയം, യുറേനിയം, പ്രൊട്ടറ്റീനിയം. ഇത് കിട്ടുകഴിഞ്ഞാൽ എന്താ കിട്ടുമെന്നറിയാം? മിനിറ്റ് കൊണ്ടൊരു കാര്യം കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഗ്രനേഡ് കിട്ടും. അത് വലിയ വാൾ അവന് കിട്ടി. ഇത് ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ, അവർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 ചെറുപ്പക്കാരാ കളിക്കാവളെ പോയി വൈകിട്ട് സാഹിബ് സന്ധ്യയിൽ ASI വിൻസെൻറ്റിനെ വെടിവെച്ചു കൊന്നു. മനസ്സിലാകുന്നവർക്കായി. ശ്രീലങ്കൻ സ്ഫോടനത്തിന് ഉക്കടം സ്ട്രീറ്റിൽ റെയ്ഡ് നടത്തിയ ASI ആയിരുന്നു ഈ വിൻസെൻറ്റ്. കളിക്കാവളെ ചെക്ക് പോസ്റ്റ് ചെയ്യുന്നപ്പോൾ 2 ചെറുക്കന്മാർ ആട്ടോയിൽ പോയിട്ട് പകൽ കളിക്കാവള IS വെടിവെച്ചു എന്ന് കേരളം ഞെട്ടിപ്പോയി. അവർ പിന്നെ ഖത്തറിൽ പോയി ക്യൂംബ്രാജ് തമിഴ്നാട്ടുകാരുണ്ട്, ഇപ്പോൾ ജയിലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം ISIS മിലിറ്ററി, മനസ്സിലാകുന്നവർക്കായി അവരുടെ കയ്യിൽ ഇത് കിട്ടും. അങ്ങനെയെങ്കിൽ ആറ്റം കിട്ടിയാൽ എന്ത് ചെയ്യും? ഇന്ന് രാത്രി ബാക്കിയോട് പറഞ്ഞുതരാം. ലോകരാജ്യങ്ങളിൽ എത്ര 18,000 ആറ്റമായുധ ഹൈഡ്രജൻ ബോംബ്. അജി ബ്രദർ പിന്നെ വീഡിയോ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം. സകല രാജ്യങ്ങൾക്ക് ഹൈഡ്രജൻ ബോംബ് 18,000. താണ്ട കിടക്കുന്നത് ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ്. വിഷമിക്കേണ്ട കാര്യമില്ല, ഇന്ത്യക്കുമുണ്ട് താണ്ട സുന്ദരമായ ഹൈഡ്രജൻ ബോംബ്. 18,000 ആറ്റമായുധം. കണക്ക് പറയാം. ഏറ്റവും കൂടുതലുള്ളത് റഷ്യയുടെയിൽ 3,000. 2,500 പരം അമേരിക്കയുടെയിലുണ്ട്. ഫ്രാൻസിൻ്റെയിലും ബ്രിട്ടൻ്റെയിലും 800 കൊച്ചു രാജ്യം ഇസ്രായേലിൻ്റെ 800 അവർ പറയുന്നു. ഇന്ത്യക്കാർ കഴിഞ്ഞ വർഷം കണക്ക് കൊടുത്തിരുന്നത് 300 സന്തോഷമില്ലല്ലോ. 600 കാണും. അതുകൊണ്ടാണ് നമ്മൾ 300 പറഞ്ഞ. മനസ്സിലാകുന്നവർക്കായി. പാകിസ്ഥാന് 150. സകല രാഷ്ട്രങ്ങളിലും ആണവായുധമുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആണവായുധത്തിൻ്റെ പ്രത്യേകത ഇനി മിഗും മിറാഷും ഒന്നുമല്ല. ഇന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം. എന്താ പ്രത്യേകത എന്നറിയാം? ഇനി വ്യക്തമായി കേൾക്കണം. ഇന്ന് വിമാനം ഓടിക്കുന്നത്
ആരാണെന്നറിയാമോ? റോബോട്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഞെട്ടിക്കുന്നൊരു വാർത്ത വന്ന് ലോകം ഞെട്ടിപ്പോയി. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിലെ യുദ്ധവിമാനം പോയപ്പോൾ അതിനകത്ത് മനുഷ്യനല്ല, റോബോട്ട്. ഭാഷമാർ കേട്ടാട്ടെ, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ റോബോട്ട് ഇറാനിൽ പോയി സുന്ദരമായിട്ട് ബോംബിട്ടിട്ട് വന്നു. റോബോട്ടിനെ യന്ത്ര മനുഷ്യൻ വിമാനം ഓടിക്കുന്നു. എത്ര വലിയ കാലം ആ ടെക്നോളജിയുടെ പെരുമഴ. ഇനി അടുത്തതുകൂടെ പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ കാട്ടാക്കട അല്ലെ വെള്ളറട ഒരാറ്റം ബോംബ് ഇടണം. ഇന്ന് സാറ്റലൈറ്റിനകത്ത് ആറ്റം ബോംബ് വെച്ചിരിക്കുക. സാറ്റലൈറ്റിനകത്ത് നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു നാടൻ മലയാളം വീഡിയോ കൊണ്ട് എയർടെല്ലിൻ്റെ കുട ഇരിപ്പുണ്ട്. ആ കുടയ്ക്കകത്ത് സിഗ്നൽ വരുന്ന ആകാശത്തിൻ്റെ സാറ്റലൈറ്റിൽ നിന്നാണ്. അതുപോലെ ആ സാറ്റലൈറ്റിനകത്ത്. അതുകൊണ്ട് എന്നാൽ കൊറിയക്കാരൻ കിങ് ജോങ് അമേരിക്കക്കാരനെ ബില്ല് വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഞെക്കി ഞെക്കി വിട്ടാൽ നിൻ്റെ തലേ വീഴുമെന്ന്. അപ്പം ഒരു റിമോട്ടും കാണിച്ച് ഉടനെ വായാടി ട്രംപ് പറഞ്ഞ് നിൻ്റെ ഒരു റിമോട്ടേ ഉള്ളൂ, എൻ്റെ 2 റിമോട്ടുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാകുന്നവർക്കായി നിന്നെ തീർത്ത് കളയുന്നു. സ്വോത്ര മനസ്സിലാക്കുന്നവർക്കായി എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ഇന്ന് സാറ്റലൈറ്റിനകത്ത് വേണ്ട. കാട്ടാക്കട ഒരെണ്ണം വീഴണമെങ്കിൽ GPS വഴി ആകാശത്തിൽ കൂടെ സാറ്റലൈറ്റ് വിട്ടാൽ മതി. ഇങ്ങനെ നമ്മുടെ കൂട് തുറന്ന് കിളി ഇറങ്ങി വരുന്ന പോലെ ആകാശത്തിൽ നിന്ന് സുന്ദരമായിട്ട് ആയുധമിടുന്ന കാഴ്ച ഇവിടെ വരാൻ പോകുന്നു. മിഗ്ഗും മിറാഷും വേണ്ട. സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ആറ്റമായുധം പൊട്ടിയാൽ ഇവിടെ ഒരു ഭാഗം നിങ്ങളോട് മനസ്സിലാക്കണം. 2013 മനസ്സിലാക്കി തരാം. 2013 ഈ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ക്ലാഷ് ഉണ്ടാവാൻ കാര്യം ഇതാ. 2013 ഇറാൻ ഒരു മിസൈൽ വികസിപ്പിച്ചു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർ ഷഹാബ് 3 ബൈബിളിലേക്ക് വരാൻ പോകുന്നത് 4500 കിലോമീറ്റർ അതിൻ്റെ പരിധി. ഇപ്പോൾ വരുന്ന ഷഹാബ് 4 ഇന്ത്യ വരെ വരും. ഇത് കണ്ടപ്പോൾ ഇസ്രായേലിനൊരു പേടിയുണ്ടായി. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അവരെല്ലാം വിളിച്ചു, ഈ ഇറാൻ്റെ ഷഹാബ് 3 ഉണ്ട്, നമ്മളുമായിട്ട് 1800 കിലോമീറ്റർ ഉള്ള ഇറാനും ഇസ്രായേലും തമ്മിൽ. അവരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ നമ്മൾ റെഡിയാക്കുക. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞന്മാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാം. അവർ പറഞ്ഞു, സാറേ 8 അടി കോൺക്രീറ്റ് കയറ്റാൽ മനുഷ്യനൊരു കുഴപ്പം വരത്തില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിൻ്റെ സൈറൻ വരുമ്പോൾ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയും കൊണ്ട് ബങ്കർ 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 കൊച്ചുങ്ങളെല്ലാം ഓടിപ്പോൾ ഷട്ടറുമിട്ട് സ്വോത്രം. അതാണ് ഈ ബങ്കർ എന്ന്. വെട്ടടി കയറാൻ പറ്റത്തില്ല. ബെഞ്ചമിൻ നെതന്യാഹു ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞ് സ്ഥിരമായിട്ട് ആറ്റമായുധം വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു കവറിങ് ഉണ്ടാക്കണം. അന്നാണ് അവർ കണ്ടുപിടിച്ചു. എന്താ? ഇന്ന് രാത്രി നമ്മുടെ കോരയിൽ സിയോൺ സംഘത്തിൽ നിങ്ങൾ കൺവെൻഷൻ കേൾക്കുമ്പോൾ സകല യഹൂദന്മാർക്കും പുതയ്ക്കാൻ ഒരു കുപ്പായം കിട്ടി. ഏതാ കുപ്പായം എന്ന് പറയാം? ലെഡ് അഥവാ കർത്തിയം. നമ്മുടെ ടെലിവിഷൻ ആംപ്ലിഫയർ ഇതെല്ലാം സോൾഡർ ചെയ്യുന്നൊരു സാധനമുണ്ട്, കർത്തിയം. അതിനകത്ത് ഇടിയേക്കത്തില്ല. അങ്ങനെ കർത്തിയത്തിൻ്റെ കുപ്പായം കൊണ്ട് ഇന്ന് എല്ലാവർക്കും ഇസ്രയേലിലുള്ള 1 കോടി പേർക്ക് ഇന്ന് സെറ്ററുണ്ട്. അവരെന്ത് ചെയ്തെന്നറിയാമോ? സീനായിലെ മരുഭൂമിയിൽ മരിച്ചുപോയ ജഡങ്ങളുടെ ശരീരത്തിനകത്ത് ഇത് പുതച്ചുകൊണ്ട് അവിടെ കിടത്തി. ഇസ്രയേലിലെ വിമാനം തന്നെ റേഡിയേഷൻ കൊടുത്തേറ്റില്ല. 1 കോടി പേർക്ക് കുപ്പായമുണ്ട്. അപ്പോൾ ആദ്യത്തെ ശാസ്ത്രജ്ഞനാര്? കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറാണോ? റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയാണോ? ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസണാണോ? ഇവരൊന്നുമല്ല. അല്ല വൈറ്റമിൻ കണ്ടുപിടിച്ച കൗമർ ഫങ്കാന്നോ? അവനൊന്നുമല്ല ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് യാക്കോബ് എവിടെ പോയി? ലാബാൻ്റെ വീട്ടിൽ ചെന്നു. അന്നേരം കണ്ടള സർവീസ് സഹകരണ ബാങ്കും പൊട്ടി, ആടിന് ചെറിയ മന്ദരോഗം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പം ലാബാൻ യാക്കോബിന് ഇങ്ങനെ ഉപവാസവും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ ചെന്നതാണ്. ലാബാൻ കൊച്ചുങ്ങളുടെ ഫോട്ടോ എല്ലാം കാണിച്ച് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, കണ്ടലയും പൊട്ടിയപ്പോൾ ആടുകൾക്ക് വല്ലാത്ത മന്ദരോഗം. ലാബാൻ യാക്കോബ് പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും. മനസ്സിലാകുന്നവർക്കായി ബാക്കി കൂടെ കേട്ടാട്ട്. ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാൻ വന്നു. ആടിനകത്ത് വെള്ളം കുടിക്കുന്ന പാത്തിക്കകത്ത് പുന്നവടി ഞെരിഞ്ഞിൽ വടി വെച്ച് ആടിനെ പേടിപ്പിച്ചു. ആട് വെള്ളം കുടിച്ചു, ചെനയേറ്റു. 6 മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു. കറുത്താട്, വരയാട്. അപ്പോൾ ആട്ടിൻ്റെ കളർ മാറ്റിയതാരാ? രാജീവ് ഗാന്ധി സെൻറ്റർ ബയോടെക്നോളജിയാണോ? അല്ല. മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയാണോ? അല്ല. വല്യപ്പൻ യാക്കോബ്, അവൻ്റെ കൊച്ചുമക്കളാണ് ഇന്നത്തെ ഇസ്രയേൽ. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ആദ്യത്തെ ശാസ്ത്രജ്ഞനാവ്. അവനോടൊന്നും കളിക്കാനൊന്നും ലോകരാജ്യങ്ങൾക്കും നടക്കത്തില്ല. നമുക്കറിയത്തില്ലേ, പണ്ട് ചെമ്പൂർ LMS സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു ദാവീദ്. സന്തോഷമില്ലല്ലോ. 4ാം ക്ലാസ്സുകാർ. ഞാൻ നമ്മുടെ ആറാട്ടൂരിക്കപ്പുറത്ത് കളിയലിൻ്റെ ബോർഡർ ഒരുത്തം വന്നിരിക്കുക, ഗോലിയാത്ത്. എന്നും എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ചെമ്പൂരിൽ നിന്ന് 10 പൈസയുടെ മോരും വെള്ളവും കുടിച്ചിട്ട് ദാവീദ് ഇങ്ങനെ പോയി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, മനിതനെ നീ എங்கே പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഗോലിയാത്തിനെ പാക്കത് പോകുന്നത്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അപ്പോൾ ഇങ്ങനെ പോയി. LP സ്കൂളിൽ നിക്കറിട്ട് ഒരു ഒരു കൊച്ചു പയ്യൻ. അവിടെ ചെന്നപ്പം ഗോലിയാത്ത് എന്താ സംഭവിച്ചത്? നീ എവിടുന്ന് വരുന്നു പീറ പയ്യാന്ന് ചോദിച്ച്. അപ്പം ദാവീദ് പറഞ്ഞെന്തോ, നീ നിന്റെ ദേവന്മാരുടെ നാമത്തിൽ അവിടെ നിൽക്കുന്നു, ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു. കരമുയർത്തുന്നവർക്കായി. ഇതാ മാമേ ബൈബിൾ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെമ്പൂർ LMS പഠിക്കുന്ന ദാവീദ് എന്നിട്ട് സൗരവ് ഗാംഗുലി വിക്കറ്റ് അടിച്ചുള്ള ഗോലിയാത്തിനെ വീഴ്ത്തിയത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അന്നത്തെ കാലത്ത്. അപ്പം ഇന്നത്തെ അവൻ്റെ ഗതി എന്തോ? ആദ്യത്തെ ശാസ്ത്രജ്ഞനായ യാക്കോബ്. ഇന്ന് രാത്രി ഇസ്രയേലിനകത്ത് 1 കോടി കുപ്പായമുണ്ട്.
റേഡിയസ് രേഖാതിരിക്കാൻ. ചെമ്പൂരും വെള്ളറുടെയും നമുക്ക് വല്ല കുപ്പായം ഉണ്ടോ? ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ സെറ്റർ പോലുമില്ല, മനസ്സിലാക്കുന്നവർക്കായി. എന്നാൽ ഇന്ന് രാത്രി യഹൂദന് പുതയ്ക്കാനൊരു കുപ്പായം കിട്ടി, നമുക്ക് വല്ല കുപ്പായം ഉണ്ടോ? ഇല്ലമ്മാമ്മേ, ഇന്ന് രാത്രി യഹൂദന് ക്രൂശിക്കുവാൻ യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം കിട്ടി. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ ജനിപ്പിച്ചും അടക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചും കതിനാവടി പൊട്ടിച്ചും കള്ളു കുടിച്ച് പന്നി അറുത്തു ഇവിടുത്തെ ബാർ ഹോട്ടലുകാർ കോടികൾ ഉണ്ടാക്കി. എന്നാൽ കോരയിൽ സിയോൺ സംഘത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം, കാൽവറിയിൽ കൂടി ഞങ്ങൾക്കൊന്ന് കിട്ടി രക്ഷയുടെ വസ്ത്രം, കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്, പൊന്മണി മാലയവൻ തരുമനിക്ക് ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്ക്. ഒന്നാമത്തെ യാതം ഏതന്റെ പൂങ്കാവനത്തിനകത്ത് സ്വർഗം കൊടുത്ത രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോ ഒടുക്കലത്തെ യാതം കാൽവറിയിൽ കൂടി ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി തന്നു. വിശ്വസിക്കുന്നവർക്ക് ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരാറായി. വചനം ഇന്ന് രാത്രി ചങ്കിനകത്ത് കയറട്ടെ. അതുകൊണ്ട് ഇസ്രായേലിനകത്ത് കുപ്പായമുണ്ട്, തീർന്നില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഈ ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താവും? വായിച്ചു തരണോ? എസെക്കേൽ 39:14-15. എല്ലാ ബൈബിളും എടുത്താട്ടെ. എസെക്കേൽ 39:14-15. ശാമ്പാസോട് ചേർന്നത് വാക്യങ്ങൾ കേൾക്കണം. അതുകൊണ്ട് സമയം ക്ലിയർ മേടിച്ചത്. എസെക്കേൽ 39:14-15 വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, ആറ്റമായുധം പൊട്ടിയാൽ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. കിടക്കുന്ന ദേശത്ത് ശവം അടക്കാൻ നിത്യപ്രവർത്തിക്കാർ വന്ന് പണ്ട് വരും. ഞാനൊരു 5 കൊല്ലം മുമ്പെങ്ങാനും എന്നെ ഇത് പറഞ്ഞെന്ന് എല്ലാവരും കൂടെ എൻ്റെ കഴുത്തിന് ചരിച്ചാണ്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. കോവിഡ് വന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്ന് വല്ലവരും ജഡം കൊണ്ടുവന്നോ? ചൊവ്വായി പോകുന്ന 5 ചെറുപ്പക്കാർ. സന്തോഷമില്ലല്ലോ. ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ട് നമ്മുടെ നെട്ടയത്ത് മലമുകളിലും 12 അടിയിലോട്ട് ഒറ്റ താഴ്ച. സന്തോഷമില്ലല്ലോ. ഡെയിലി വേജസ്. മനസ്സിലാകുന്നവർക്കായി അന്ത്യകാലം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ശവമടക്കുവാൻ അതിൻ്റെ തുടക്കമായി കോവിഡ്. അതാ ഞാൻ പറഞ്ഞ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായി വലിയ കഷ്ടമുണ്ടാകും. ഡെയിലി വേജസ് നിത്യപ്രവർത്തിക്ക് ആൾക്കാരെ നിയമിക്കും. വായിച്ചിട്ട് മക്കളെ, 7 മാസം കഴിഞ്ഞ ശേഷം 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഗൂഗിൾ ഒന്ന് അടിച്ചു വെക്കണം. അല്ലേ ഏഷ്യാനെറ്റിൽ അളകനന്ദയെ പിടിക്കണം, അല്ലെ 24 PP ജെയിംസിനെ പിടിക്കണം, നിഷാദിൽ മീഡിയ 1 അവരോട് ചോദിക്കണം ശവോടൊക്കെ വന്നത്. റഷ്യ ഉക്രൈന് വഴി നീള ശവം കിടക്കുക. ഈ റാഫേൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘടന നടത്തുന്നത് ശവം നടക്കുക. 7 മാസം കഴിഞ്ഞ് ദാണ്ട് ഇങ്ങനെ നമ്മുടെ വാട്ടർ ലൈൻ പോകുന്ന പോലെ അവരിങ്ങനെ വരും. എവിടെ ശവം കിടപ്പുണ്ടത് ഇങ്ങനെ വാട്ടർ ലൈനകത്ത് സിഗ്നൽ കാണിക്കുന്ന പോലെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലുകളും പല്ലുകളും കാണും. അതെടുക്കും. അതാ അടക്കുന്നത്. 7 മാസം കഴിഞ്ഞിട്ട് അവർ പരിശോധന കഴിക്കും. പിന്നെ എവിടെ അടക്കും? വായിക്കാം മക്കളെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. നമ്മുടെ കണ്ടില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ദാണ്ട പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക്, കുഞ്ഞുങ്ങൾക്ക് പോളിയോ. അത് പറയുമ്പോൾ ഇടവേള പോളിയോ പറഞ്ഞപ്പോഴപ്പോൾ പോളിയോയുടെ കാര്യം വന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇതിന് വരും നേരത്തെ ചുറ്റി സഞ്ചരിക്കും. അടുത്തത് സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. അയ്യോ, ആരും അതിന് തുടക്കത്തില്ല. ക്രെയിൻ വന്നാ പൊക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ റേഡിയേഷൻ ആറ്റം പൊട്ടിയത് ആരും തുടത്തില്ല. അതിനൊരിക്കൽ അടയാളം വെക്കും. അടുത്ത വാക്ക് അടക്കം ചെയ്യുന്നവർ. അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഇവിടുത്തെ വെള്ളറക്കാരോടുള്ള ബന്ധത്തിൽ നമ്മുടെ പുരയിടത്തിൽ അടക്കത്തില്ല. ആടുവള്ളിയിലും നെയ്യാറിലോ പന്തയിലോ വെള്ളം പൊങ്ങുന്നിടത്ത് അടക്കം റേഡിയേഷനേക്കാതെ. 2 കാര്യം. തമിഴ്നാട്ടിലെ പുലികളുടെ നേതാവായിരുന്നു ബേലുപിള്ള പ്രഭാകരൻ. അദ്ദേഹത്തെ ക്ലസ്റ്റർ ബോംബ് എറിഞ്ഞാൽ കൊന്നത്. അദ്ദേഹത്തെ കൊന്നത് പട്ടിക്കോലോ വയല. അവിടെ ഒരു ഷീറ്റ് എടുത്ത് പുതപ്പിച്ചിട്ട് അദ്ദേഹത്തെ മോനെ. എന്നിട്ട് നാളുകൾ കഴിഞ്ഞപ്പോൾ പൊക്ലൈനറിനകത്ത് ജാഫ്നയിലെ കടലിനടുക്കിൽ ആ വെള്ളം ഏൽക്കാത്തടത്ത് റേഡിയേഷനേക്കാത്തടത്ത് പ്രഭാകരനെ മോനെ കൊണ്ട് കുത്തിത്താത്തത്. കേൾക്കണം ഇതല്ലോ. ഞങ്ങളുടെ നാട് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ഇരിക്കുന്ന പലർക്കും അറിയാം. അവിടെ പരവൂരിനടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായി. പുറ്റിങ്ങൽ ദുരന്തം. സോഡിയം ക്ലോറൈഡോ അല്ലെ മഗ്നീഷ്യോ ഫോസ്ഫേറ്റോ ഒന്നുമല്ല, പൊട്ടാസ്യം നൈട്രേറ്റാണ് പൊട്ടിയത്. 136 പേര് ആ രാത്രി ലോകം വിട്ടുപോയത്. അന്ന് ഞാൻ വെള്ളറുടെയൊക്കെ അടുത്ത് 5 മരം കാലം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ ചെന്നപ്പോൾ കൈ കിടക്കുന്ന പേരെ, കാല് കിടക്കുന്ന പേരെ, ശരീരഭാഗം ചിലതൊക്കെ ഒട്ടിച്ചു. ബാക്കി അവരാർക്കും കൊടുത്തില്ല. പരവൂരിലെ കടലിൽ കൊണ്ടുപോയി റേഡിയേഷനേക്കാതെ കുത്തി താത്ത് കളഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇവിടെ ആറ്റമായുധം പൊട്ടിയാൽ, കോരയിലെ പ്രിയപ്പെട്ടവരോട് സുവിശേഷ സന്ദേശം പറയുക, നിങ്ങളെ അടക്കാൻ ആരും കാണത്തില്ല. മലയാളം. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശ്വാസപ്പയിടത്തില്ല, ഇരുത്തി അടത്തത്തില്ല, കിടത്തി അടക്കത്തില്ല. 7 മാസം കഴിഞ്ഞ് അടക്കം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് നമ്മുടെ അടക്കം മനസ്സിലാകുന്നവർക്കായി. അപ്പച്ചൻ മരിച്ചുപോയി, കള്ള് കുടിച്ചാൽ മരിച്ചത്. 2 മക്കൾ കുവൈറ്റിലാണ്. അപ്പം വരും അവർ നല്ല ഡെഡ് ബോഡി നമ്മുടെ വെള്ളറുടെ
ദേവി ആശുപത്രിയിലായിരിക്കും. അവിടുന്ന് ചെമ്പൂരേക്ക് ഒരു യാത്ര പോകും. കള്ള കുടിച്ച് ഷാപ്പിൽ കത്തിക്കുത്തേറ്റ് മരിച്ച എൻ്റെ അപ്പച്ചൻ്റെ പാട്ട ലോകെ ഞാൻ എന്നോട്ടം തികച്ചു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇന്ന് രാത്രി ലൈവ് വേറെ മനസ്സിലാകുന്നവർക്കായി കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കോരയിൽക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശ്വാസപ്പീഠത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കാറ്റാക്കട വെറൈറ്റി നാറായിപ്പ് കിട്ടത്തില്ല, പരിപ്പോട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല. ആറ്റമായുധം പൊട്ടിയാൽ ചിറ്റൂർ ഡാമിലോ അല്ലെങ്കിൽ നെയ്യാറിലെ പന്തയിലോ കൈവഴിയിലോ അല്ലെ പൂവാറിലെ കടലിടുക്കിലോ കൊണ്ടുപോയി മനുഷ്യന്റെ എല്ലുകൾ കുത്തിത്താക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോണോ, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി കോരയിലിനോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു രക്ഷാദിവസം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമ. എന്ന് രാത്രി ആ നാമത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി. തീർന്നില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ ചെറുപ്പക്കാരും എല്ലാം ഒന്ന് കേൾക്കണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, എന്തുകൊണ്ട് ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ പേടിക്കുന്നു? ഇവിടെ എല്ലാവരും കേൾക്കണം. 1997 എത്തനിക് ബോംബ്. അതിൻ്റെ പ്രത്യേകത, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ ക്രിക്കറ്റ് ബാളുണ്ട്, അതുപോലൊരു ബാളിനകത്ത് അവന്മാർ ബാക്ടീരിയയും ഫംഗസിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെറിഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ പറക്കും. അത് കണ്ടിട്ട് ഈ ചൈന കോവിഡ് വൈറസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. 1997 എത്തനിക് ബോംബ് ഉണ്ടാക്കി. ഇസ്രയേലിനകത്ത് ഇപ്പോഴും ഉണ്ട്, ഡിമോനയിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യഹൂദിൻ്റെ ഇരിക്കുന്ന ഒരു സാധനം കൂടെ പറഞ്ഞു തരാം, എല്ലാവരും കൂടെ കേട്ടാട്ട്. ഇപ്പം ഞാൻ നമ്മുടെ സഭാ പാസ്റ്റർ, നമ്മുടെ രതീഷ് പാസ്റ്റർ, ഞങ്ങൾ 3 പേരും കൂടെ പോവുക. അപ്പോൾ ഒരു യഹൂദനെ പരിചയപ്പെട്ട് യഹൂദൻ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ കയ്യിൽ ഇച്ചിരി സ്പ്രേ അടിച്ചു തന്നു. ഞങ്ങൾ വിചാരിച്ച് നല്ല സെൻറ്റാ, നമ്മുടെ നിവ്യ അടിക്കുന്ന പോലെ മണപ്പിച്ചുകൊണ്ടിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ബ്ലഡ് ക്ലോട്ടായി പോകും. സ്വോത്രം. അയ്യോ, അവൻ്റെ അടുത്തുടങ്ങും പോലും വലിയ കാര്യമാണ്. അവൻ്റെ കയ്യിൽ അടിക്കുന്ന സ്പ്രേ ഉണ്ട്, അടിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് രക്തയോട്ടം തീരും. ഇതെല്ലാം അവൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. അതുകൊണ്ട് ഈ എത്തനിക് ബോംബ് കണ്ടിട്ട് ചൈന 2010 വുഹാനിൽ, പീക്കിങ്, ബീജിങ്, ഷാങ്ഹായ്, ഇത് 3 ചൈനയുടെ ടൗൺ, അടുത്ത വുഹാനിലാണ് ഇതുണ്ടാക്കിയത്. ഈ കോവിഡ് പുലിയെന്നും പൂച്ചയെന്നും അല്ല വന്നത്. ഈ കോവിഡിനെ അങ്ങോട്ട് 2010 തൊട്ട് പരീക്ഷണമാണ്. ഇതിനെ മ്യൂട്ടേഷൻ ചെയ്യാനൊരു പെങ്കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ DDRC ബ്ലഡ് അങ്ങോട്ട് കറക്കിയപ്പോൾ ഇവിടെ ശരീരത്തിലെ കോട്ടിനകത്ത് കയറി. ആ കോട്ട് വിട്ടുകൊണ്ട് വുഹാൻ ലാബിൽ നിറങ്ങി വൈകിട്ട് ചന്തയെ മീൻ മേടിക്കാൻ വന്നപ്പോൾ ആ ചന്തയിലോട്ട് ചാടി ഇറങ്ങിയതാ കോവിഡ്. മനസ്സിലാകുന്നവർക്കായി. അല്ലാതെ പുലിയെന്നും പൂച്ചയൊന്നും അല്ല. ആരാണ്ട് പറയുന്നത്, പട്ടിയുടെ പുറത്ത് അന്നും ചെള്ളുണ്ട് ഇന്നും ചെള്ളുണ്ട്, പൂച്ചയുടെ പുറത്ത് എന്നും പേനുണ്ട്, അതിനൊന്നും വകഭേദം വന്നിട്ടില്ല. ഇത് കണ്ടിട്ട് ചൈന ഉണ്ടാക്കിയത്. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് ഇസ്രയേലിൻ്റെ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേര് വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത എല്ലാവരും കേട്ടാട്ട്, അത് കുടഞ്ഞാൽ മനുഷ്യൻ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകുക. അതുകൊണ്ടാണ് ഇസ്രയേൽ ഗാസ സംഘടന വന്നപ്പോൾ നമ്മുടെ അന്തോണീസ് കുട്രാസ് ഇസ്രായേലിനോട് പറഞ്ഞു, സാറേ അത് കുടയരുത്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക, എന്താ പാസ്റ്റർ അത് കുടയാത്ത? അത് കുടയുന്നതിന് മുമ്പ് ഒരു കൂട്ടം ഇവിടുന്ന് എടുക്കപ്പെടണം. സ്വോത്രം. അതുകൊണ്ടാണ് ഇസ്രായേലിനെ പേടിക്കുന്നത്. ബാക്കിയൂടെ പറഞ്ഞുതരാം. ഇവിടെ എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. എന്നാൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ കൂടിയിട്ട് ഇസ്രായേലിനോട് പറഞ്ഞടിക്കും. ഇസ്രായേൽ പറഞ്ഞെന്താ, ഞങ്ങൾ പോയാൽ 1 കോടി, നിങ്ങൾ പോയാൽ 800 കോടി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അവൻ പ്ലെയിനകത്ത് കൊണ്ടുവന്ന് കുടയുമെന്ന്, 600 പ്ലെയിനകത്ത് ലോകം മൊത്തവും കുടയുമെന്ന്. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. അതാ ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞ സാംസൺ ആക്ഷൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ശിംശോൻ ഗാസയിൽ വെച്ച് കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു, അവൻ്റെ തലയിൽ നിന്ന് മുടി മാറുന്നു. എന്താ, അവനെ ഫലിസ്ത്യരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവസാന ചണനൂലുകൾ കൊണ്ട് അവനെ ബന്ധിക്കുന്നു. ദാഹോന്റെ കുളത്തിനകത്തിറങ്ങി അവൻ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ഒരിക്കൽ കൂടി ആ പഴയ ശക്തി എൻ്റെ മേൽ പകരണം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. അവനെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ബന്ധിച്ചവർ ആർപ്പിടുമ്പോൾ അവനകത്ത ചണനൂലുകൾ പൊട്ടി. പോയത് സാംസൺ ഒരാളേ ഉള്ളൂ, ബാക്കി ഫെലിസ്ത്യർ കൂടെ അങ്ങ് പോയി. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത്, ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ഒറ്റ രാജ്യം, ബാക്കി സകലരും തീരും. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. മമ്മ ഇപ്പം കുടയോ? ഇല്ല. എന്നാൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇത് കുടയും. അന്നത്തെ സംഭവം അത് കുടഞ്ഞാൽ വായിക്കാൻ. സക്കറിയാ പ്രവചനം 14:12. ഇതെല്ലാം മനസ്സിലാക്കണം. അന്നാളിൽ വായിച്ചാട്ട് പാസ്റ്ററേ, യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും, അതാ കിടക്കുന്നത്. യവൻ കുടയുന്ന ഒരു സമയം വരും. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അടുത്തത്, അവർ നിവർന്നു നിൽക്കുമ്പോൾ
അവരുടെ വായിച്ചാട്ട് മോനെ, അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. ഇവിടെ കുഞ്ഞുങ്ങൾ MBBS കാരുണ്ട്. ന്യൂറൽ ഇൻഫെക്ഷൻ ഇത് കയറി കഴിഞ്ഞാൽ പെതിയ മാംസം ചീഞ്ഞഴുകി പോകും. അർത്ഥം വയസ്സായ അപ്പച്ചനും അമ്മച്ചിയും കുനിഞ്ഞ് നടക്കുന്ന പോലെ നടക്കേണ്ടി വരും. നട്ടലിനകത്ത് ഇൻഫെക്ഷൻ. ഇതിന്റെ പേര് വൈറ്റ് ഫോസ്ഫറസ്. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇത് ഇസ്രായേൽ കുടയാൻ പോകുന്നു. അടുത്ത കാര്യം വായിച്ചാട്ടെ. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. കിടക്കുന്ന കണ്ണ് ദാണ്ട ഇത് കുടയുമ്പോൾ ആറ്റമായുധം പൊട്ടിയാൽ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴിക്കും. പറഞ്ഞുതരാം. ഹിരോഷിമ നാഗസാക്കി ഓഗസ്റ്റ് 6-8 എനാഗുള ബോക്സ്കാർ 2 വിമാനത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വാരിയിട്ടത്. രാവിലെ കുടയുമായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുക, അമ്മ കൊടുത്ത ചോറ്റുപാത്രമായിട്ട്. ഇതെല്ലാം കേൾക്കണം മക്കളെ. ആകാശത്തിൽ മഴവില്ല. അവർ വിചാരിച്ചൊരു കാര്യമുണ്ട്, എന്തോ മഴവില്ലാന്ന്. വന്നപ്പോഴാ തീഗോളം ബോംബ്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? കുടയെല്ലാം വലിച്ചെറിഞ്ഞു. അവർ കടൽ വെള്ളത്തിൽ ചാടി. അന്ന് നടന്ന സംഭവം അവരുടെ കണ്ണ് തടത്തിൽ ഉരുകിപ്പോയി. ബാക്കി ഇവിടെ കേൾക്കണം. കേരളത്തിന്റെ പടക്കേറ്റ് നമ്മൾ കളിക്കാവിള, കാസർഗോഡ്, കരിവേടകം, ബന്തെടുക്ക, ഉപ്പള, നീലേശ്വരം. അവിടെ പറങ്കിമാവ് ഉണ്ടായിരുന്നു. പറങ്കിമാവ്, കശുമാവ്. കൊല്ലങ്ങൾക്ക് മുമ്പ് കശുമാവിനകത്ത് എൻഡോസൾഫാൻ അടിച്ചായിരുന്നു. ആ എൻഡോസൾഫാന്റെ തീവ്രത ഇന്നും മണ്ണിനകത്ത്. പറഞ്ഞു തരാം. ആ കശുമാവ് മുറിച്ച് മാസയോഗത്തിന് കഞ്ഞി വെച്ചു, മനസ്സിലാകുന്നവർക്കായി. പക്ഷേ ഇന്ന് കാസർഗോഡ് ജനിക്കുന്ന പല കുഞ്ഞുങ്ങൾക്ക് എൻഡോസൾഫാൻ. ചെറി ഇങ്ങോട്ട്, കണ്ണിങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങളെ ആ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇട്ട് കരയിക്കുന്നത്. അടിച്ചതൊന്നുമല്ല, കശുമാവിനടിക്കുന്നത്. എൻഡോസൾഫാൻ അടിച്ചതാ കാസർഗോഡ്. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതടിച്ചാൽ കണ്ണ് തടത്തിൽ തന്നെ കുഴിഞ്ഞു പോകും. അടുത്ത വാക്ക് വായിക്കാം. നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ടങ് ഇൻഫെക്ഷൻ. വായിക്കകത്ത് നാവ് ചീഞ്ഞഴുകി പോകും. മനസ്സിലാകുന്നവർക്കായി. കണ്ടോ, ഈ തോവാള മൺഡേ മാർക്കറ്റ് റൂട്ടിൽ രാത്രി പോണ ഒരു തമിഴൻ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും? മാങ്ങ എല്ലാം കൂട്ടിയിടും. നമ്മൾ വൈകിട്ട് അതിലെ കൺവെൻഷൻ മുമ്പ് ഒറ്റയടിയാണ് ഞങ്ങൾ നിവിയ അടിക്കുന്ന പോലെ. രാത്രിയാകുമ്പോൾ ഒന്നുമില്ല. കാസർഗോഡ് നമ്മുടെ കളിക്കാവിളയും വരും, കാട്ടാക്കടയും വരും, ചെമ്പൂരും വെള്ളടെ, അൽഫോൻസ മാങ്ങ, കോട്ടൂക്കോണം മാങ്ങ. മനസ്സിലാകുന്നവർക്കായി. സ്വോത്ര തലേന്ന് അടിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയായിട്ട് മാറും. അങ്ങനെയെങ്കിൽ അതിലും വലിയ കെമിക്കൽ സ്പ്രേ അടിച്ചാൽ നമ്മുടെ നാവ് പഴുത്തു പോകും. അതിൻ്റെ അർത്ഥം ശബ്ദം പോലും വരത്തില്ല. ഇവിടെ കോരയിലും കള്ളിമോടും ലജ്ജാവതിയെ പാടിയ പെങ്കൊച്ചുങ്ങളെ ആച്ചായന്മാർ മിണ്ടാതിരിക്കുന്നു. നാവ് പഴുത്തു പോകും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവർ കുനിഞ്ഞു പോകും. അവരുടെ ശരീരത്തിനകത്ത് കണ്ണുകൾ ഒലിച്ചു പോകും. അവരുടെ നാവ് പഴുത്തു പോകും. വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? അതുകൊണ്ട് പത്മോസിൽ യോഹന്നാനോട് സ്വർഗം പറഞ്ഞു. സഭയോട് പറയാം, ഫിലാദൽഫിയ സഭയോട്, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും ദൈവസഭയെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ നാഥൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി കോരയിലെ കൺവെൻഷന്റെ അവസാന രാത്രി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. ബാക്കി ഇവിടെ പഠിക്കുന്ന മോർ സ്റ്റുഡൻറ് സ്റ്റഡിയിങ് ഇൻ ദിസ് ചർച്ച്. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടെ ആറ്റം പൊട്ടിച്ച മണലെവിടെ? എല്ലാവരും കേൾക്കണം. ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് എഴുന്നേൽക്കാവൂ. ആറ്റം പൊട്ടിച്ച മണലെവിടെ? 7 മരുഭൂമിയിൽ ആറ്റം പൊട്ടിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSC പഠിക്കുന്ന അമേരിക്കയിലെ നൊവേദ, ഇസ്രായേലിലെ സീനായ്, ഇറാനിലെ കാഹിർ, റഷ്യയിലെ താഷ്കണ്ട്, അത് കഴിഞ്ഞ് ചൈനയിലെ ബോബി, ഇന്ത്യയിലെ രാജസ്ഥാൻ, പാകിസ്ഥാനിലെ പെഷവാർ. ആറ്റം പൊട്ടിച്ച മണലെവിടെ? നല്ല സ്ഥലത്ത് കർത്തൃദാസൻ കൺവെൻഷൻ. പണ്ടത്തെ കാലത്ത് പറഞ്ഞു തരാം. നമ്മുടെ അപ്പച്ചന്മാരൊരു കാര്യം ചെയ്യായിരുന്നു. ഈ ഓലപ്പടക്കം മേടിക്കും, ചിരട്ടയുടെ കണ്ണ് കഴിക്കും. എന്നിട്ട് പടക്കത്തിൻ്റെ ആ തിരിയെടുത്ത് ചിരട്ടയുടെ അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഒരു ഓലക്കാൽ വെച്ച് ഒറ്റ തീ, അപ്പച്ചൻ പുറകോട്ട്, പടക്കം ഒറ്റ പോക്കും മേളിലോട്ട്. മനസ്സിലാകുന്നവർക്കായി. ചിരട്ട താഴെ വീഴും, പടക്കം പൊട്ടുകയും ചെയ്യും. മനസ്സിലാകുന്നവർക്കായി. ആ ടെക്നിക്ക് പറഞ്ഞെങ്കിലേ മനസ്സിലാവും. 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മണൽ പഴുക്കുന്നു. ഈ മണൽ എവിടെ? ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. ഈ മണൽ എവിടെ? ബാക്കിയൂടെ ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു. കറക്റ്റായിട്ട് ISR ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. ആകാശത്തിൻ്റെ 1ാമത്തെ തട്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ 2 സാധനമുണ്ട്. ഒന്ന് എന്താണെന്നറിയാം? സൾഫർ. 2 ഫോസ്ഫറസ്. ഈ മണലിന് വിളിക്കുന്ന പേരാ സാൻഡ്. ഇത് 3 ചേർന്നൊരു കെമിക്കലായി. അതിൻ്റെ പേരാ റൈഡോൺ. സൾഫർ, സാൻഡ്, ഫോസ്ഫറസ്. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ
വരാൻ പോകുന്നു രക്തമഴ. മനസ്സിലാകുന്നവർക്കായി 1 സൾഫർ 2 ഫോസ്ഫറസ്. അത് കഴിഞ്ഞ് അതിനുശേഷം വരുന്നു സാൻഡൂടെ ചേരുമ്പോൾ റൈഡ് ഓൺ റെയിൻ. നാടൻ മലയാളം മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നമ്മുടെ ചർച്ച് മനസ്സിലാകുന്നവർക്കായി ചർച്ചിൻ്റെ കുറച്ച് നാൾ അടച്ചിട്ടിരുന്നു. ചർച്ചിൻ്റെ മേളിലോട്ട് എന്താ സംഭവിച്ചതെന്നറിയാം? 3-4 ഓലയും മടലും എല്ലാം വീണു. ദൈവദാസ ഇവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എന്താ ചെയ്തത്? അയ്യോ, ടെറസ് മൊത്തം ഓലയും മടലും. വെള്ളം താഴേന്ന് പമ്പ് ചെയ്തു. താഴേന്ന് പോയ വെള്ളം നല്ല വെള്ളം, പക്ഷെ കഴുകി ഇറങ്ങിയത് ഓല വെള്ളം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തുനിന്ന് വരാൻ പോകുന്ന ഒരു രക്തമഴ. ദാണ്ടേ സോമാലിയ ജലദുരന്തം, സകല സ്ഥലത്ത്, ശ്രീലങ്കയിൽ രക്തമഴ. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ കടലിനകത്ത് രക്തമഴ പെയ്തത് കണ്ടിട്ട് ജനം ഞെട്ടിപ്പോയി. നിങ്ങളുടെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട് ബ്ലഡ് ഡ്രൈ. ഞാൻ മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അദ്ദേഹത്തിൻ്റെ 100ാമത്തെ മറ്റേ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കോവിഡിന് മുമ്പ് ഭായിയോ ബഹനോ തോടി സി ദേർ ബാദ് ഇന്ത്യ का जो बागर किनार में आएगा खून का बारिश, രക്തമഴ. ഇതെല്ലാം സംഭവിക്കുക. കൊച്ചിയിൽ ബ്രഹ്മപുരം പ്ലാന്റ് കട്ടിയത് ഇന്ന് അവിടെ മഞ്ഞ്. അത് മാത്രമല്ല, അന്ന് അവിടെ മഴ പെയ്തു. ആകാശത്ത് നിന്ന് വല്ലാത്ത മഴ. കൊച്ചി മൊത്തം ഞെട്ടിപ്പോയി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയത് വല്ലാത്ത മഴ. വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ രക്തമഴ പെയ്താൽ ബാക്കിയൂടെ കേട്ടോണ് മനസ്സിലാകുന്നവർക്കായി. എന്താ സ്തോത്ര. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വാക്യം. പാസ്റ്റർ ഒന്ന് വായിക്കണം. ബൈബിൾ നിങ്ങൾ എടുക്കണം. വെളിപ്പാട് 16:3. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ വരും. റെഡ് ഓൺ റെയിൻ, ആറ്റം റെയിൻ. വായിക്കാം. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു. മരിച്ചവന്റെ രക്തം പോലെ ആയിരുന്നു. സാംബാസ് യോഹന്നാൻ 9:4 ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറയുമ്പോൾ മരിച്ചവന്റെ രക്തം, ജീവനുള്ളവന്റെ രക്തത്തിന് നല്ല ഫോഴ്സാ. നമ്മുടെ കാസർഗോഡിലോ നമ്മുടെ കിളിയൂരോ മണ്ണാങ്കോണത്തോ ബൈക്ക് അടിക്കുന്ന പിള്ളേരുടെ രക്തം നല്ല സ്പീഡിലാണ് തെറിക്കുന്നത്. മരിച്ചവന്റെ രക്തം അങ്ങനല്ല, സ്ലോ രക്തമാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാക്കിയൂടെ കേൾക്കണം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എവിടാ? നെയ്യാറിലെ വെള്ളം എവിടെ വരുന്നത്? അഗസ്ത്യാർ മലയിൽ പെയ്യുന്ന മഴയാ നെയ്യാറിനകത്ത്. അരുവിക്കരയിലെ മഴ എവിടെ? മഞ്ചയിലും ഇരുമ്പയിലും പെയ്യുന്നത് അരുവിക്കരയിലെ വെള്ളം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നെയ്യാറിൻ്റെ കൈവഴി കള്ളിക്കാട് മണ്ഡപത്തിൻ കടവ് നേരെ നെയ്യാറ് ബ്രായിമൂട് സകല പൈപ്പിനകത്തും വരാൻ പോകുന്നത് രക്തവെള്ളം. മനസ്സിലാകുന്നവർക്കായി അരുവിക്കരയിൽ നിന്ന് തിരുവനന്തപുരം ടൗണിനകത്ത് പട്ടം കേശവദാസപുരം മണ്ണന്തര നാലാഞ്ചിറ സ്റ്റാച്യു സെക്രട്ടേറിയറ്റെല്ലാം അരുവിക്കരയിലെ വെള്ളം വരുന്ന രക്തവെള്ളം. ഇല്ലമ്മാമേ, നിങ്ങളുടെ ഇവിടെ കിണറ്റിനകത്ത് ആരാ വെള്ളം കൊണ്ടൊഴിക്കുന്നത്? വെള്ളയുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി സിസ്റ്റർ അല്ല വെള്ളം കിണറ്റിൽ കൊണ്ടൊഴിക്കുന്നത്. രാത്രി പെയ്യുന്ന മഴ പെനിട്രേറ്റ് ചെയ്ത് താഴെ ഇറങ്ങുന്ന വെള്ളം കിണറ്റിലെ വെള്ളം. സ്വോത്രം. അയ്യോ, കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെള്ളം കിണറ്റിലെ വെള്ളം. സന്തോഷമില്ലല്ലോ? അയ്യോ, കുപ്പിവെള്ളത്തെക്കാളും സഹോദരിമാർക്ക് സന്തോഷമില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ സഹോദരിമാരുടെ പെപ്സി കുടിക്കാമെന്ന്. സന്തോഷമില്ലല്ലോ? പെപ്സിയും കിപ്സിയൊക്കെ മാറ്റി ഈ മണ്ണിനകത്തൂടെ ഫിൽട്രേറ്റ് ചെയ്ത് താഴെ പോയി വരുന്ന കിണറ്റിലെ വെള്ളത്തിൻ്റെ കണക്ക് വൈറ്റമിനും ഓറൽസും ഉള്ള വെള്ളം ലോകത്തോടത്തും കിട്ടത്തില്ല. സ്വോത്രം. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ പനി വരുമ്പോഴാണ് ചൂടാക്കി കുടിക്കുന്നല്ലേ. ആ ചൂടാക്കുമ്പോൾ നമ്മുടെ ആ വെള്ളത്തിൽ നല്ല സാധനങ്ങൾ കത്തിപ്പോവുക. അതുകൊണ്ടാണ് നല്ല സയൻറ്റിസ്റ്റ് പറയുന്ന കിണറ്റിലെ വെള്ളം ഓര് മാറ്റിയിട്ട് നല്ല അരിച്ചങ്ങ് കുടിക്കുന്ന ഏറ്റവും നല്ലത് കിണറ്റിലെ വെള്ളം. ഇത്രയും ഫിൽട്രേറ്റ് ചെയ്ത് താഴെ ചെയ്ത് ഊറ്റായിട്ട് വരുന്നതാണ് പെനിട്രേറ്റ് ചെയ്യുന്ന കിണറ്റിലെ വെള്ളം. പിന്നെ വെള്ളരുടെ പഞ്ചായത്ത് മെമ്പറല്ല ആകാശത്ത് നിന്ന് പെയ്യുന്ന രക്തവെള്ളം. തീർന്നില്ല. നമ്മുടെ ഇവിടെ തന്നെ കള്ളിമൂട് കളിവിളാകം കുടപ്പനമൂട് ചെറയിലെ വെള്ളമൊക്കെ ഇവിടെ ആകാശത്ത്. ഇതെങ്കിലും കേട്ട് അമ്മാമ്മയെ മാനസാന്തരപ്പെട്ടോളൂ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ രക്തമഴ പെയ്താൽ കള്ളിമൂടിൽ ഒരമ്മച്ചി അച്ചായന് ചായയിടാൻ രാവിലെ കിണറ്റിൽ നിന്ന് കോരുന്നത് രക്തവെള്ളം. മനസ്സിലാകുന്നവർക്കായി 9 മണിക്ക് നമ്മുടെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കയറ്റും. എവിടെ? ഇമ്മാനുവൽ അസരാർ കോളേജിൽ പോകുന്ന കുഞ്ഞിന് കുളിക്കാൻ വെള്ളം. എവിടെ? നെയ്യാറിൽ നിന്ന് വരുന്ന ലൈൻ, അതിനകത്തും രക്തവെള്ളമാ. തീർന്നില്ല. എന്നാൽ 10 മണിക്ക് സഹോദരി വിചാരിക്കും കൊടപ്പന മൂടി പാറയുടെ അവിടെ കുളമുണ്ട്, തുണിയെല്ലാം കൂടെ ആക്റ്റീവയ്ക്കകത്ത് കൊണ്ടുപോയി അവിടെ കഴുകാം. അവിടെ ചെല്ലുമ്പോൾ അവിടെയും പെയ്ത് കിടക്കുക രക്തവെള്ളം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്ന് രാത്രി മനസ്സിലാകണം, കാപ്പി ഇടുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നത് രക്തവെള്ളം. തീർന്നില്ല. നിങ്ങളുടെ വസ്ത്രം കഴുകുന്നത് രക്തവെള്ളം. എന്നാൽ കോരയിൽ ദൈവസഭയിലെ ദൈവമക്കളെ, ആ രക്തവെള്ളം നമ്മുടെ അടുപ്പിൽ കാപ്പി ഇടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നമ്മുടെ മക്കളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നമ്മുടെ ഉടുപ്പ് കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ
കൈവിട്ടതെന്ന്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി എനിക്ക് ദാഹിക്കുന്നു. സകലതും നിവർത്തിയായി ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, എൻ്റെ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി അപ്പച്ചാമ്മച്ച് 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴിക്കെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി കോരയിലെ കള്ളിമൂട് കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാ. എൻ്റെ യേശു മടങ്ങി വരാറായി. ആ ദിനത്തെ പറ്റി യേശു പറഞ്ഞത് 1-ാമത്തെ ഇടവേള. ശബ്ബാസ് ഒന്നുകൂടെ വായിച്ചാട്ടെ. യോഹന്നാൻ 9:4. നാട്ടുകാർ കേൾക്കട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. 2026 കവല പ്രസംഗം അല്ലെങ്കിലും കമ്പോള പ്രസംഗം അല്ലെങ്കിലും ചേച്ചിമാരോട് ചേട്ടന്മാരോട് ഒന്ന് പറയാനുണ്ട്. ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകനെന്ന് പറയണം. കരമുയർത്തുന്നവർക്കായി ഇതാകട്ടെ നമ്മുടെ 2026 സൂചിച്ചിട്ട്. ഇനി ഈ മുറ്റത്ത് കൺവെൻഷൻ ഇല്ല. അതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നവർ 2026 ആയിരങ്ങളോടല്ല, ഒരു വ്യക്തിയോട് യേശു രക്ഷകൻ എന്ന് പറയണം. തീർന്നില്ല. അടുത്തതൂടെ വായിച്ചിട്ട് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ഇത് കണ്ടിട്ടാ എൻ്റെ നാഥൻ പറഞ്ഞത്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം, ആ രാത്രി വരുന്നതിന് മുമ്പ് മേഘാരൂഢനായി അവൻ വരും. കരമുയർത്തുന്നവർക്ക് ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. യേശൂരിന്റെ ദൈവമായി, രാജാക്കന്മാരുടെ രാജാവായി, യഹൂദാ ഗോത്രത്തിലെ സിംഹമായി എൻ്റെ നാഥൻ മടങ്ങി വരും. 1-ാമത്തെ ഇടവേള. അതിന് പാട്ടിനിപ്പം മോൻ പാടുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഒരു സഹോദരൻ ബാബു, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം എന്താ ഇപ്പം പറഞ്ഞുതരാം. ഒക്ടോബർ മാസം 5-ാം തീയതി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പോളിയോ. എന്താ പോളിയോ? നമ്മുടെ വീട്ടിൽ 5 വയസ്സിൽ പിന്നെ താഴെയുള്ള കുഞ്ഞിന് നമ്മുടെ പ്രാഥമിക ആരോഗ്യത്തിൽ കൊണ്ടുവരണം പോളിയോ. അവിടെ പഞ്ചായത്തുകാർ വിളിച്ചു പറയും, കുഞ്ഞിനെ കൊണ്ടുവരൂ പോളിയോ. 2 ചേച്ചിമാർ കുടയായിട്ട് നിൽക്കും. നമ്മൾ അന്ന് കുഞ്ഞിനെ പോളിയോയ്ക്ക് കൊടുക്കാതെ ചെമ്പൂരി ബദേലി ചിക്കൻ കാല് തിന്നാൻ പോകും. സന്തോഷമില്ലല്ലോ. നീ കൊടുക്കാനുള്ളത് നീ കൊടുക്കണം. അല്ല കൊച്ചിന് പോളിയോ കൊടുക്കാതെ ചിക്കൻ കാല് തിന്നാൻ പോരുത്. അതെന്താ പോളിയോ? നമ്മുടെ വീട്ടിൽ 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റും ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അനുവദിക്കത്തില്ല. പോളിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ലിറ്റിൽ വാക്സ്, അത് യഹൂദനാ, നോബൽ സമ്മാനം കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് മനുഷ്യകുലത്തിന് ഒരു പോളിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാ പാപം, അതിൻ്റെ പേരാ മദ്യപാനം, അതിൻ്റെ പേരാ പുകവലി, അതിൻ്റെ പേരാ MDMA, കഞ്ചാവ്. അതിനേതെങ്കിലും ഒരു വാക്സിൻ തരൂ. നമ്മുടെ കള്ളിമൂട്ടി ബാബു ബ്രദർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പാപം ഉണ്ടായിരുന്നു. അദ്ദേഹം വെള്ളറുടെ ആശുപത്രി ചെന്ന്, ആനപ്പാറ ഗവൺമെൻറ് ആശുപത്രി ചെന്നിട്ട് പറയും, സാർ എനിക്ക് പാപമുണ്ട്, പാരാസെറ്റമോൾ തരണം. വല്ലവരും കൊടുക്കൂ. ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു വിടില്ലെന്ന്. അപ്പോൾ ആരാണ്ട് പറയുന്നത് പേരൂക്കട ജനറൽ ആശുപത്രി ഇപ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്ത് അമോക്സിലിൻ പമ്പ് ചെയ്താൽ ചിലപ്പോൾ നിൻ്റെ പാപം മാറും. ഉടനെ അവൻ പേരൂക്കട ചെന്നു. അവരോട് പറഞ്ഞു 7 ദിവസം കൊണ്ട് എനിക്കൊന്ന് പമ്പ് ചെയ്ത് ഈ പാപം മാറ്റണം. അവരടിച്ചു. അപ്പോൾ ആരാണ്ട് പറഞ്ഞു മെഡിക്കൽ കോളേജ് സർജനുണ്ട്, നീ അവിടെ ചെല്ല്, കീ ഹോൾ ഊരുന്നോലെ നിൻ്റെ പാപം ഊരുവെന്ന്. മനസ്സിലാകുന്നവർക്കായി കീ ഹോൾ സർജൻ്റെ അടുത്ത് ചെന്ന് പാപം ഊരാനായിട്ട് പുള്ളിയും പറഞ്ഞു. അപ്പോൾ ആരാണ്ട് പറഞ്ഞു RCC ചെന്നാൽ മതി, ചിലപ്പോൾ റേഡിയേഷൻ അടിച്ച് നിന്ന് കൊടുത്താൽ മതി, ഗാമ അടിച്ചു കഴിഞ്ഞാൽ പാപം എല്ലാം കരിഞ്ഞു പോകുന്നു. RCC കാർഡെടുത്ത് ഡോക്ടറെ അടുത്ത് പറഞ്ഞു എൻ്റെ ഉള്ളിൽ പാപം റേഡിയേഷൻ ചെയ്യണം. ഇന്ന് രാത്രി ഇവിടെ കള്ളിമൂടിൽ കോരയിൽ കേൾക്കുന്നവരോട് പാപത്തിന് പാരാസെറ്റമോളില്ല, പാപത്തിന് ആൻറ്റിബയോട്ടിക് ഇല്ല, പാപത്തിന് കീഹോൾ സർജറി ഇല്ല, പാപത്തിന് റേഡിയേഷൻ ഇല്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ കൺവെൻഷൻ്റെ അവസാന രാത്രി ഞങ്ങൾ ഈ ഗ്രൗണ്ടിനകത്തൊരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, ജോൺസൺ അല്ല, അതിൻ്റെ പേരത്രേ കുഞ്ഞാടിന്റെ. കരമുയർത്തുന്നവർക്കായി വിലയേറിയ രക്തം, നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും പോക്കി ഈ രാത്രി നിന്നെ ശുദ്ധീകരിക്കുന്നു. നാളെ ഇവിടെ യോഗമില്ല. റോഡിലെല്ലാം ഈ സംസാരി കുഞ്ഞുങ്ങൾ വെച്ചിരിക്കുക. ഞങ്ങളൊരു മതപ്രസംഗമല്ല ഇവിടെ നടത്തുന്നത്, ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തുന്നത്, ഒരു കവലപ്രസംഗമല്ല.
നിന്റെ ആത്മാവിനെ നിത്യതയിലെത്തിക്കുവാനുള്ള രക്ഷയുടെ ദൂത ഇന്ന് രാത്രി ഇവിടെ പറയുന്നത്. സഹോദര, താങ്കൾ ഒരു മദ്യപാനിയാണോ? ജീവിതം തകർന്ന വ്യക്തിയാണോ? സഹോദരി, ആത്മഹത്യ കൊതിക്കുന്ന വ്യക്തിയാണോ? MDMA അടിക്കുന്ന വ്യക്തിയാണോ? കഞ്ചാവും ചരസും മയക്കുമരുന്നുമൊക്കെ അടിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് രാത്രി എവിടെങ്കിലും ഇരുന്നു കൊണ്ട് കരമുയർത്തിയിട്ട്, ഞാൻ ഒരു പാപിയാണ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ എനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് കരമുയർത്ത്? ഇന്ന് രാത്രി താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറഞ്ഞ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാളെ യോഗമില്ല, ഒരു രാത്രി കൂടി പുണ്യസ്ഥലങ്ങളിലേക്ക് ഓടണ്ട, സ്വോത്രകാഴ്ചകൾ വാരി വാരി കൊടുക്കണ്ട. ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി പരമയാഗമായെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞു. ആ രക്തത്താൽ എന്നെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒന്ന് കഴുകണമെന്ന് ആര് കരമുയർത്തുമോ താങ്കൾ ഒരു പുതിയ സൃഷ്ടിയായി മാറും. വിശ്വസിക്കുന്നവർക്കായി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ആ പുതിയ മനസ്സോടെ കർത്താവിനെ സ്വീകരിച്ച് മാനസാന്തരത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി ചേർക്കാൻ യേശു മടങ്ങി വരാറായി.